ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിവൈസ് ചെയ്യുന്നത് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് പോയിന്റ്സ് ആണ്. പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. പ്ലാൻ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒത്തിരി കെമിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ട്. പറയാം പ്ലാൻ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെ ഗ്രോത്ത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ഗ്രോത്ത് എപ്പോഴും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ടിപ്സിലാണ്. സ്റ്റെം, റൂട്ട് ടിപ്പിലൊക്കെ, ഷൂട്ട് ടിപ്പിലും റൂട്ട് ടിപ്പിലുമാണ് ഗ്രോത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അനിമൽ ഗ്രോത്ത് ആകുമ്പോഴത്തേക്ക് ഫുൾ ബോഡി എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും വളർച്ച വരുന്നത്. പിന്നെ അനിമൽ ഗ്രോത്ത് അപ് ടു പർട്ടിക്കുലർ ഏജ് വരെ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഡെവലപ്മെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ പ്ലാൻ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും സഹായിക്കുന്ന ചില കെമിക്കൽ സബ്സ്റ്റൻസിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ദീസ് കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ കളക്റ്റീവ്ലി കാൾഡ് പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഓർ PGRs എന്ന് പറയാം. അപ്പോൾ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആർ ദി കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് ഹെൽപ്പ് ദ പ്ലാന്റ് ഇൻ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. പ്ലാൻ ഗ്രോത്തിന് സഹായിക്കുന്ന അത്തരം കെമിക്കൽസിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കുക, ആ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെയാണ് എന്ത് പറയുക, ഫൈറ്റോ ഹോർമോൺസ് ഓർ പ്ലാൻ ഹോർമോൺസ് എന്ന് പറയാം. അപ്പോൾ ഫൈറ്റോ ഹോർമോൺസ് ഓർ പ്ലാൻ ഹോർമോൺസ് ആർ ദീസ് കെമിക്കൽസ്. ഇവർ ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ട്, ഗ്രോത്ത് സബ്സ്റ്റൻസസ് എന്നും പറയാം. അപ്പോൾ ഫൈറ്റോ ഹോർമോൺസ് നമുക്കറിയാം, ഹ്യൂമൻ ബീയിങ്സിലും ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ അവർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഗ്ലാൻഡ്സിലല്ല, പകരം ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെരിസ്റ്റത്തിലാണ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പറയാം, മെരിസ്റ്റം കാണുന്നത് ഗ്രോയിങ് ടിപ്സിലാണ്. കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് ടിഷ്യൂ ആണ് മെരിസ്റ്റം എന്ന് പറയുന്നത്. ആ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് തന്നെയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് വാസ്കുലർ ടിഷ്യൂസിലൂടെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ത്രൂ ഔട്ട് ദി പ്ലാന്റ് ബോഡി. അപ്പോൾ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആർ ദി ഫൈറ്റോ ഹോർമോൺസ് ഓർ പ്ലാൻ ഹോർമോൺസ്. ദേ ഹെൽപ്പ് ഇൻ പ്ലാൻ ഗ്രോത്ത്, സോ ദേ ആർ ഓൾസോ കോൾഡ് ഗ്രോത്ത് സബ്സ്റ്റൻസസ്. ഇനി അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്താണെന്ന് നോക്കാം. കെമിക്കൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. ദീസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് വിത്ത് സ്മോൾ സിമ്പിൾ structure with a diverse composition. So phytohormones are small simple molecules of diverse composition. Other different types of molecules അവിടെ വരാം. നമുക്ക് ഇൻഡോൾ കോമ്പൗണ്ട്സ് കാണാം, അഡിനിൻ ഡെറിവേറ്റീവ്സ് കാണാം, ഡെറിവേറ്റീവ്സ് ഓഫ് കരോട്ടിനോയിഡ് കാണാം, ടെർപ്പീൻസ് ആകാം, ഗ്യാസസ് ആകാം. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് വരാം. ഇൻഡോൾ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾസ് ആണ് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്, IAA എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഓക്സിൻ. പ്രിൻസിപ്പൽ ഓക്സിൻ എന്ന് പറയുന്നത് ഇൻഡോൾ അസറ്റിക് ആസിഡ് ആണ്. ആ ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് റൂട്ടിലൊക്കെ കാണുന്ന റൂട്ടിംഗ് ഹോർമോണായിട്ട് വർക്ക് ചെയ്യുന്നു. ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിനാണ് ഏത് ഇൻഡോൾ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അത് എൻ എക്സാമ്പിൾ ഓഫ് ഇൻഡോൾ കോമ്പൗണ്ട്സ്. സെക്കൻഡ് വൺ അഡിനിൻ ഡെറിവേറ്റീവ്സ് ആണ്. അഡിനിൻ ഡെറിവേറ്റീവ് എക്സാമ്പിൾ കൈനറ്റിൻ ആണ്. കൈനറ്റിൻ ഈസ് എ ടൈപ്പ് ഓഫ് സൈറ്റോകൈനിൻ. സൈറ്റോകൈനിൻ നമുക്കറിയാം സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് കൈനറ്റിൻ എന്ന് പറയുന്നത്, സൈറ്റോകൈനിൻ. ആ കൈനറ്റിനാണ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത്. അത് ഒരു അഡിനിൻ ഡെറിവേറ്റീവ് ആണ്. തേർഡ് വൺ കരോട്ടിനോയിഡ് ഡെറിവേറ്റീവ്സ് ആണ്. കരോട്ടിനോയിഡ്സ് ഫോട്ടോസിന്തസിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കരോട്ടീൻസ് ആൻഡ് സാന്തോഫിൽ ചേർന്ന് വരുന്നതാണ് കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോ ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് കരോട്ടിനോയിഡ്സ്. അതിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് അബ്സസിക് ആസിഡ്. അബ്സസിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഗ്രോത്ത് ഇൻഹിബിറ്ററാണ്. സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് അബ്സസിക് ആസിഡാണ്. ഇറ്റ്സ് എ ഡെറിവേറ്റീവ് ഓഫ് കരോട്ടിനോയിഡ്സ്. നെക്സ്റ്റ് വൺ ടെർപ്പീൻസ്. ടെർപ്പീൻസിന് എക്സാമ്പിളാണ് ഗിബർലിക് ആസിഡ്. ഗിബർലിൻസ് ആണ്. ഗിബർലിൻസ് ഒരു ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോണാണ്. ഗിബർലിൻസ് ആർ കെമിക്കലി വീക്ക് ആസിഡ്സ് ആണ്. മോർ ദാൻ 100 ടൈപ്സ് ഓഫ് ഗിബർലിക് ആസിഡ്സ് ഉണ്ട്. GA1, GA2, GA3 ഇങ്ങനെ. അപ്പോൾ അതിൽ ഗിബർലിക് ആസിഡ് ഓർ ഗിബർലിൻസ് ആണ് എക്സാമ്പിൾ ഓഫ് ടെർപ്പീൻ ഡെറിവേറ്റീവ്സ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഗ്യാസസ്. നമുക്കറിയാം ഫ്രൂട്ട്സിൻ്റെ ലീവ്സിൻ്റെ ഒക്കെ റൈപ്പനിങ്ങിന് സഹായിക്കുക, യെല്ലോയിങ് ഓഫ് ലീഫിന് അല്ല റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സിനൊക്കെ സഹായിക്കുന്ന ഒരു ഗേഷ്യസ് ഹോർമോണാണ് എഥിലിൻ എന്ന് പറയുന്നത്. ഈ എഥിലിൻ എന്ന് പറയുന്നത് ഗ്യാസാണ്. അപ്പോൾ പ്ലാൻ ഗ്രോത്തിനെ സഹായിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളെയാണ് എന്ത് പറയുക, പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുക. These plant growth regulators are phytohormones or plant hormones. They help in growth, so they are also called growth substances. They have simple molecules with a diverse composition. They could be എന്തൊക്കെ ആകാം, ഇൻഡോൾ കോമ്പൗണ്ട്സ് ആകാം, അഡിനിൻ ഡെറിവേറ്റീവ്സ് ആകാം, കരോട്ടിനോയിഡ് ഡെറിവേറ്റീവ്സ് ആകാം, ടെർപ്പീൻസ് ഓർ ഗ്യാസസ് ആകാം. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഈ ഹോർമോൺസിനുള്ളത്. ഈ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2. ദേ ആർ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആൻഡ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്.
ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് വരുന്നത്? നമുക്കറിയാം, പ്ലാന്റ് ഗ്രോത്ത് നടക്കണമെങ്കിൽ അവിടെ സെൽ ഡിവിഷൻ നടക്കണം, സെൽ എലോങ്ങേഷൻ, സെൽ എൻലാർജ്മെൻറ്റ് നടക്കണം, സെൽ ഡിഫറൻസിയേഷൻ നടക്കണം. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന ഹോർമോൺസിനെയാണ് എന്ത് പറയുക? ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയാം. പിന്നെ വെജിറ്റേറ്റീവ് പീരീഡ് കഴിഞ്ഞാൽ ഫ്ലവറിങ് നടക്കുകയാണ്. സെക്ഷൽ പീരീഡിലെ റീപ്രൊഡക്റ്റീവ് ഫേസിലെത്തുമ്പോഴത്തേക്ക് ആ ഫ്ലവറിങ്ങിന് നടക്കുന്നു, ഫ്ലവറിങ്ങിന് സഹായിക്കുന്നു. ഫ്ലവറിങ്ങിനെ തുടർന്നെടുത്ത് സീഡ് ഫോർമേഷനൊക്കെ സഹായിക്കുന്ന എല്ലാം ഗ്രോത്ത് പ്രൊമോട്ടേഴ്സാണ്. സോ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺസ് ഹെൽപ്പ് ഇൻ സെൽ ഡിവിഷൻ, സെൽ എൻലാർജ്മെൻറ്റ്, സെൽ ഡിഫറൻസിയേഷൻ, ആൾസോ ട്രോപ്പിക് മൂവ്മെൻറ്റ്സ്. നമുക്കറിയാം, പ്ലാന്റ്സിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും സ്റ്റിമുലസിനെ ബേസ് ചെയ്തിട്ടാണ്. ലൈറ്റിന് നേർക്ക് ഫോട്ടോട്രോപ്പിസം, ഗ്രാവിറ്റിക്ക് നേർക്ക് ജിയോട്രോപ്പിസം, വാട്ടറിന് നേർക്ക് ഹൈഡ്രോട്രോപ്പിസം, കെമിക്കൽസ് ആണെങ്കിൽ കീമോട്രോപ്പിസം, ഇങ്ങനെ സ്റ്റിമുലസിനെ ബേസ് ചെയ്തിട്ടാണ് പ്ലാന്റ് മൂവ്മെൻറ്റ്സ് നടക്കുക. ആ മൂവ്മെൻറ്റ്സിനെ സഹായിക്കുന്നതും ആരാണ്? ഗ്രോത്ത് ഹോർമോൺസ് ആണ്. പ്രധാനമായിട്ടും ഇവിടെ ഓക്സിൻസ് ട്രോപ്പിക് മൂവ്മെൻറ്റ്സിനെ സഹായിക്കുന്നുണ്ട്. സ്റ്റെം ലൈറ്റിന് നേർക്ക് ഫോട്ടോട്രോപ്പിക്കലി വളരാൻ സഹായിക്കുന്നത് ആരാണ്? ഓക്സിൻസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വൺ, ഫ്ലവറിങ്ങിന് സീഡ് പ്രൊഡക്ഷനൊക്കെ സഹായിക്കുന്നത് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺസ് ആണ്. അതിന് 3 എക്സാമ്പിൾസ് അവിടെ ഉണ്ട്. നോക്കുക, ഓക്സിൻസ്, ഗിബർലിൻസ് ആൻഡ് സൈറ്റോകൈനിൻസ്. ഓക്സിൻസ്, ഗിബർലിൻസ് ആൻഡ് സൈറ്റോകൈനിൻസ് ഹെൽപ്പ് ഇൻ പ്ലാന്റ് ഗ്രോത്ത്. ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺസ് ആണ് ഇതെല്ലാം. ഇനി ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്. ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, സീഡ് മെച്ചുറായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ജെർമിനേറ്റ് ചെയ്യണം. പക്ഷെ ജെർമിനേഷന് മുമ്പായിട്ട് ഒരു ഇനാക്റ്റീവ് പീരീഡ് ഓർ റെസ്റ്റിംഗ് പീരീഡ് ഓർ സ്ലീപ്പിംഗ് പീരീഡ് ഓഫ് സീഡ് ഉണ്ട്. ആ ഇനാക്റ്റീവ് പീരീഡിന് പറയുന്ന പേരാണ് ഡോർമൻസി. ആ സമയത്ത് ഗ്രോത്ത് അവിടെ എന്താണ്? റിട്ടാർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ഗ്രോത്ത് നടക്കുന്നില്ല. ദാറ്റ് പീരീഡ് ഈസ് കാൾഡ് സീഡ് ഡോർമൻസി. ആ സീഡ് ഡോർമൻസി ഒരു ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ് ഓൺ അബ്സഷൻ. അബ്സഷൻ മീൻസ് റൈപ്പൻഡ് ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ് പ്ലാന്റ്സിൽ നിന്ന് താഴെ എത്താം. താഴെ വീഴുന്ന ആ പ്രോസസ്സിനെയാണ് ഫ്രൂട്ട് ഡ്രോപ്പ് ആൻഡ് ലീഫ് ഫോൾ ഈസ് കോൾഡ് അബ്സഷൻ. അപ്പോൾ ഇത് രണ്ടും ഒരു എന്താണ്? ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്, ഡോർമൻസിയും അബ്സഷനും. അത്തരം ആക്ടിവിറ്റീസിനെ സഹായിക്കുന്ന 2 ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ആണ് എഥിലിൻ ആൻഡ് അബ്സിസിക് ആസിഡ്. എഥിലിൻ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു, ഒരു ഗേഷ്യസ് ഹോർമോണാണ് എഥിലിൻ. സ്മോക്കിലൊക്കെ അടങ്ങിയിരിക്കുന്നത് എഥിലിനാണ്. റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സിനെ സഹായിക്കുന്നത് എഥിലിനാണ്. നെക്സ്റ്റ് വൺ അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡ് അബ്സഷന് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നത്. എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സിനെതിരെ പ്ലാന്റ്സിനെ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. ദേ ആർ ആൾസോ കാൾഡ് സ്ട്രെസ് ഹോർമോൺ. അപ്പോൾ plant growth regulators are divided into plant growth promoters and growth inhibitors. പ്രൊമോട്ടേഴ്സിന് 3 എക്സാമ്പിൾസ്: ഓക്സിൻസ്, ഗിബർലിൻസ് ആൻഡ് സൈറ്റോകൈനിൻസ്. ഇൻഹിബിറ്റേഴ്സ് എഥിലിൻ ആൻഡ് അബ്സിസിക് ആസിഡ്. നെക്സ്റ്റ്, ഓരോ ഹോർമോൺസിൻ്റെയും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടേഴ്സ്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് നോക്കുക. പറയാം, ഓക്സിൻ എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോണാണ്. ഗ്രോത്ത് പ്രൊമോട്ടറാണ് ഓക്സിൻ എന്ന് പറയുന്നത്. ഈ ഓക്സിൻ്റെ ഡിസ്കവറിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേരുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. FW വെൻഡ്, പിന്നെ ചാൾസ് ഡാർവിൻ ആൻഡ് ഫ്രാൻസിസ് ഡാർവിൻ, ഇങ്ങനെയുള്ള സയൻറ്റിസ്റ്റുകളുടെ പേരുകളൊക്കെ അതിൻ്റെ ഡിസ്കവറിയായിട്ട് പഠിച്ചിട്ടുണ്ട്. നോർമലി പ്ലാന്റ്സിലാണ് ഹോർമോൺസ് കാണുന്നതെങ്കിലും ഹ്യൂമൻ യൂറിനിൽ നിന്നും ഈ ഓക്സിൻസ് ഐസൊലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്സിൻസ് വെയർ ഐസൊലേറ്റഡ് ഫ്രം ഹ്യൂമൻ യൂറിൻ ബൈ കോൾ ആൻഡ് ഹാജൻ സ്മിത്ത് ഇങ്ങനെ 2 സയൻറ്റിസ്റ്റുകൾ ഓക്സിൻസിനെ ഹ്യൂമൻ യൂറിനിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അല്ലാതെ പ്ലാന്റ്സിൻ്റെ ട്രോപ്പിക് മൂവ്മെൻറ്റ്സിനെ സഹായിക്കുന്നത് ആരാണ്? ഈ ഓക്സിൻസ് ആണ് സഹായിക്കുന്നത് പറഞ്ഞു. സ്റ്റെമ്മിനെ ലൈറ്റിന് നേർക്ക് മീൻസ് പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക്കായിട്ടും റൂട്ടിനെ നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക്കായിട്ടും മീൻസ് ടുവേർഡ്സ് ഗ്രാവിറ്റി പോസിറ്റീവ്ലി ജിയോട്രോപ്പിക്കായിട്ടൊക്കെ വളർത്താൻ സഹായിക്കുന്നത് ഓക്സിൻസ് ആണ്. ഈ ഓക്സിൻസിനെ നമുക്ക് 2ആയി ഡിവൈഡ് ചെയ്യാം. നാച്ചുറൽ ഓക്സിൻസ് ആൻഡ് സിന്തറ്റിക് ഓക്സിൻസ്. നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് ഓക്സിൻസ് ആണ്. എന്തായാലും ഇതെല്ലാം തന്നെ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺസ് ആണ്. നാച്ചുറൽ ഓക്സിൻസിന് എക്സാമ്പിൾസ് നോക്കുക. ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്, IAA പറഞ്ഞു, ഒരു റൂട്ടിംഗ് ഹോർമോണായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ ഓക്സിൻ എന്നറിയപ്പെടുന്നത് ഇൻഡോൾ അസറ്റിക് ആസിഡാണ്. അതൊരു നാച്ചുറൽ ഓക്സിനാണ്. നെക്സ്റ്റ് വൺ, ഇൻഡോൾ 3 ബ്യൂട്രിക് ആസിഡ്, IBA, ഇൻഡോൾ 3 ബ്യൂട്രിക് ആസിഡ്. തേർഡ് വൺ, ഇൻഡോൾ 3 പൈറുവിക് ആസിഡ്, IPA. അപ്പോൾ നാച്ചുറൽ ഓക്സിൻസ് എക്സാമ്പിൾസ് ഇൻഡോൾ അസറ്റിക് ആസിഡ്, ഇൻഡോൾ ബ്യൂട്രിക് ആസിഡ് ആൻഡ് ഇൻഡോൾ പൈറുവിക് ആസിഡ്. ഇതെല്ലാം നാച്ചുറൽ ഓക്സിൻസ് ആണ്. പ്ലാന്റ്സിൽ ആവശ്യത്തിനനുസരിച്ച് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ ഈ പ്ലാന്റ് ഹോർമോൺസിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ മനസ്സിലാക്കി സെയിം കെമിക്കൽ സ്ട്രക്ചറുള്ള കെമിക്കൽസിനെ നമ്മൾ ഹോർമോൺസായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ദേ ആർ കാൾഡ് ആർട്ടിഫിഷ്യൽ ഹോർമോൺസ് ഓർ സിന്തറ്റിക് ഹോർമോൺസ്. അപ്പോൾ സിന്തറ്റിക് ഓക്സിൻസിന് എക്സാമ്പിൾസ് നമുക്ക് ഫസ്റ്റ് വൺ, നാഫ്തലിൻ അസറ്റിക് ആസിഡ്. നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ ധാരാളമായിട്ട് നമ്മൾ ഹോർമോൺസ് ഉപയോഗിക്കുന്നുണ്ട്. പ്ലാന്റ് ഹോർമോൺസ് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിന് എക്സാമ്പിൾസാണ് നാഫ്തലിൻ അസറ്റിക് ആസിഡ്. പക്ഷേ അതിൻ്റെ അൺസയൻറ്റിഫിക് യൂസൊക്കെ ഹാംഫുൾ ആകാം. അപ്പോൾ ഇതെല്ലാം നാച്ചുറൽ ഓക്സിഡൻസ് ആണ്. അപ്പോൾ നാഫ്തലിൻ അസറ്റിക് ആസിഡ് NaA, 2,4-ഡൈക്ലോറോഫീനോക്സി അസറ്റിക് ആസിഡ്, 2,4-ഡൈക്ലോറോഫീനോക്സി അസറ്റിക് ആസിഡ്, 2,4-D. ഇത് കോമൺലി വീഡിസൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓക്സിജനാണ്. വീഡിസൈഡ് മീൻസ് കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. നമ്മുടെ കൃഷിക്കിടയിൽ നിൽക്കുന്ന പാഴ്ചെടികളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഏത്? 2,4-D, 2,4-ഡൈക്ലോറോഫീനോക്സി അസറ്റിക് ആസിഡ്. അതുപോലെ മറ്റൊരു സിന്തറ്റിക് ഓക്സിജനാണ് 2,4-5T, 2,4-5T ഓർ 2,4-ട്രൈക്ലോറോഫീനോക്സി അസറ്റിക് ആസിഡ്. അപ്പോൾ ഇത് മൂന്നെണ്ണം എന്താണ്? സിന്തറ്റിക് ഓക്സിഡൻസ് ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഓക്സിഡൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു നാച്ചുറൽ ഓക്സിഡൻസ് ആൻഡ് സിന്തറ്റിക് ഓക്സിഡൻസ്. നാച്ചുറൽ ഓക്സിഡൻസിന് 3 എക്സാമ്പിൾസ്: ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്, ഇൻഡോൾ 3 ബ്യൂട്രിക് ആസിഡ്, ഇൻഡോൾ 3 പൈറുവിക് ആസിഡ്. സിന്തറ്റിക് ഓക്സിഡൻസിന് 3 എക്സാമ്പിൾസ്: നാഫ്തലിൻ അസറ്റിക് ആസിഡ്, 2,4-D ആൻഡ് 2,4-5T. ഇത്രയുമാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി ഓക്സിഡൻസിന് നമ്മുടെ പ്ലാന്റ് ബോഡിയിലുള്ള ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഓക്സിഡൻസ് ഇൻ ദി പ്ലാന്റ് ബോഡി. എന്തൊക്കെയാണ് നോക്കുക ഫങ്ഷൻസ്? ഫസ്റ്റ് വൺ നോക്കാം. നേരത്തെ പറഞ്ഞു ഓക്സിൻ ഈസ് യൂസ്ഡ് ആസ് എ റൂട്ടിംഗ് ഹോർമോൺ. സ്റ്റെം കട്ടിങ്സിലൊക്കെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റെം കട്ട് ചെയ്ത് നടാറുണ്ട്. അപ്പോൾ സ്റ്റെം കട്ടിങ്ങിൽ എളുപ്പത്തിൽ വേര് മുളയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഏത്? ഓക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനിഷ്യേറ്റ് റൂട്ടിംഗ് ഫ്രം സ്റ്റെം കട്ടിങ്സ്, സോ ദേ ആർ കാൾഡ് റൂട്ടിംഗ് ഹോർമോൺസ്. അതിന് ഉപയോഗിക്കുന്ന 2 എക്സാമ്പിൾസ്: നാഫ്തലിൻ അസറ്റിക് ആസിഡ് ആൻഡ് ഇൻഡോൾ ബ്യൂട്രിക് ആസിഡ്. പ്ലാന്റ്സിൽ പിന്നെ ഇൻഡോൾ അസറ്റിക് ആസിഡ് ഉണ്ട്, അതൊക്കെ നാച്ചുറലി കാണുന്നതാണ്. നാഫ്തലിൻ അസറ്റിക് ആസിഡ് ഇസ് എ സിന്തറ്റിക് ഓക്സിൻ. ഇനിഷ്യേറ്റ് റൂട്ടിംഗ് ഫ്രം സ്റ്റെം കട്ടിങ്സ്. നെക്സ്റ്റ് വൺ, പ്രൊമോട്ട് ഫ്ലവറിങ് ഇൻ പൈനാപ്പിൾസ്. പ്ലാന്റ്സിലൊക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരേ സമയത്ത് സൈമൾട്ടേനിയസ് ഫ്ലവറിങ് നടക്കണമെങ്കിൽ ഹോർമോൺസ് അപ്ലൈ ചെയ്യാറുണ്ട്. ഒരേ സമയത്ത് പൂവിടുന്നതിനും എന്നാൽ മാത്രം ഒരേ സമയത്ത് ഹാർവെസ്റ്റ് ചെയ്യാനും ഒരേ സമയത്ത് വിളവെടുക്കാനൊക്കെ കഴിയുള്ളൂ, മാർക്കറ്റ് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രൊമോട്ട് ഫ്ലവറിങ് ഇൻ പൈനാപ്പിൾസ്, ഫ്ലവറിങ്ങിന് സഹായിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് NaA ആൻഡ് 2,4-D. നാഫ്തലിൻ അസറ്റിക് ആസിഡും 2,4-Dയും ഇങ്ങനെ ഫ്ലവറിങ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സൈമൾട്ടേനിയസ് ഫ്ലവറിങ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പ്രിവെൻറ്റ് എയർലി ഡ്രോപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ്. നമുക്കറിയാം ഈവൻ നമ്മുടെ മാങ്ങയിൽ പോലും, മാംഗോ ട്രീയിൽ പോലും ധാരാളം ഈ കണ്ണിമാങ്ങകൾ വീണ് പോകാറുണ്ട്. ഒത്തിരി ഫ്ലവേഴ്സ് വന്നാലും വീണ് പോകാറുണ്ട്, തളിരിലകൾ വീണ് പോകാറുണ്ട്. പല പ്ലാന്റ്സിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഓക്സിൻസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രിവെൻറ്റ് എയർലി ഡ്രോപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ്. ഫ്രൂട്ട്സിൻ്റെയും ലീവ്സൊക്കെ എളുപ്പത്തിൽ താഴെ വീഴുന്നത് തടയാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ഇത് യങ് ലീഫിനെയും പിന്നെന്താണ് യങ് ആയിട്ടുള്ള ബഡ്സിനെയും ഫ്രൂട്ട്സിനെയൊക്കെയാണ് വീഴുന്നത് തടയുന്നത്. എന്നാൽ ഓൾഡർ മെച്വർ ലീവ്സിനെ താഴെ വീഴ്ത്താനും സഹായിക്കുന്നു. ഓൾഡർ മെച്വർ ലീവ്സിനെയും ഫ്രൂട്ട്സിനെയും താഴെ വീഴ്ത്താനും സഹായിക്കുന്നു. അതാണ് പ്രൊമോട്ട് അബ്സിഷൻ ഓഫ് ഓൾഡർ മെച്വർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഓക്സിൻസിൻ്റെ ഫങ്ഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് എപ്പിക്കൽ ഡോമിനൻസ്. നമുക്കറിയാം പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് എപ്പോഴും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ടിപ്സിലാണ്. സ്റ്റെം ടിപ്പിലും റൂട്ട് ടിപ്പിലുമാണ്. അപ്പോൾ സ്റ്റെം ടിപ്പിൽ കാണുന്ന ടിപ്പ് മുകളിലേക്ക് വളരണമെങ്കിൽ അവിടെ സഹായിക്കുന്ന എപ്പിക്കൽ മെരിസ്റ്റമാണ്. പിന്നെ സൈഡിലേക്ക് വളരാൻ സഹായിക്കുന്ന ലാറ്ററൽ മെരിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ ഓക്സിൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ ലെങ്ത് മീൻസ് ഉയരം കൂട്ടാൻ, ഹൈറ്റ് കൂട്ടാൻ നമുക്ക് കഴിയും. അത് ചെയ്യുന്ന വെച്ചാൽ ലാറ്ററൽ ബഡ്സിൻ്റെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുകയും എപ്പിക്കൽ ബഡ്സിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. എപ്പിക്കൽ ബഡ്സാണ് സൈഡിലേക്കുള്ള ഗ്രോത്തിന് സഹായിക്കുക. ലാറ്ററൽ ഗ്രോത്തിന് സഹായിക്കുന്നത് ഏതാണ്? എപ്പിക്കൽ ബഡ് മുകളിലേക്ക് വളരാൻ സഹായിക്കുന്നു. ആ ലാറ്ററൽ മെരിസ്റ്റവും ആ ബഡ്സൊക്കെയാണ് സൈഡ് വൈസ് ആയിട്ടുള്ള ഗ്രോത്തിന് സഹായിക്കുക. അപ്പോൾ ഇവിടെ എപ്പിക്കൽ ബഡ്സിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, എന്നിട്ട് സൈഡിലോട്ടുള്ള ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എപ്പിക്കൽ ഡോമിനൻസ്. നോക്കുക, ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്. ലാറ്ററൽ ബഡ്സിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്തിട്ട് എപ്പിക്കൽ ബഡ്സിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ പ്ലാന്റ് മാക്സിമം ഉയരത്തിലെത്തും. മനസ്സിലായില്ലേ? ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എപ്പിക്കൽ ഡോമിനൻസ്. ഓക്സിൻസിൻ്റെ ഫങ്ഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേമാണ് എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി. നമുക്കറിയാം വേറെ ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചു പാർത്തനോകാർപ്പി എന്താണെന്ന്. പ്രൊഡക്ഷൻ ഓഫ് സീഡ്ലെസ് ഫ്രൂട്ട്സ്. സീഡ്ലെസ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. സച്ച് ഫ്രൂട്ട്സ് ആർ കാൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. നാച്ചുറലി തന്നെ സംഭവിക്കാറുണ്ട്, എങ്കിൽ അതിനെ നാച്ചുറൽ പാർത്തനോകാർപ്പി എന്ന് പറയാം. എന്നാൽ നമുക്കിവിടെ ഹോർമോൺസ് അപ്ലൈ ചെയ്തുകൊണ്ട് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ പ്രോസസ്സിനെയാണ് ഇൻഡ്യൂസ്ഡ് പാർത്തനോകാർപ്പി എന്ന് പറയും. ഇൻഡ്യൂസ്ഡ് പാർത്തനോകാർപ്പി. അതിന് ഓക്സിൻസ് ഉപയോഗിക്കുന്നുണ്ട്, ഗിബർലിൻസ് ഒക്കെ അതിന് ഉപയോഗിക്കുന്നുണ്ട് പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാൻ. എന്തുകൊണ്ടാണ് അവിടെ സീഡ്ലെസ് ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്നത്? അവിടെ ഫെർട്ടിലൈസ് ചെയ്യുന്നില്ല. ഫെർട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ട് ഓവിൽ സീഡായിട്ട് മാറുന്നില്ല, ഓവറി ഫ്രൂട്ടായിട്ട് മാറാം. ബട്ട് ഓവിൽ എന്തായിട്ട് മാറുന്നില്ല? സീഡായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എല്ലാം തന്നെ സീഡ്ലെസ് ഫ്രൂട്ട്സ് ആയിരിക്കും.
അപ്പോൾ ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി മീൻസ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്ലെസ് ഫ്രൂട്ട്സിന് സഹായിക്കുക. സീഡ്ലെസ് ഗ്രേപ്സ്, ഓറഞ്ച്, പിന്നെ എന്താണ് ആപ്പിൾ, ഇങ്ങനെയുള്ള എല്ലാം ഇപ്പോൾ തയ്യാറാക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സിലൂടെ. അതെല്ലാം ഇൻഡ്യൂസ്ഡ് പാർത്തനോകാർപ്പിയാണ്. നെക്സ്റ്റ് ഒന്ന് നോക്കുക, വീഡിസൈഡായിട്ട് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ 2,4-D ഈസ് യൂസ്ഡ് ആസ് എ വീഡിസൈഡ്. വീഡിസൈഡ് മീൻസ് കളനാശിനി. പാഴ്ചെടി നമ്മൾ ഗാർഡനൊക്കെ ചെയ്യുമ്പോൾ ലോൺ സെറ്റ് ചെയ്യാറുണ്ട്, പുൽത്തകടികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നിൽക്കുന്ന വീഡ്സ്, പാഴ്ചെടികളെയൊക്കെ നശിപ്പിക്കുക, അവരുടെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് വീഡ് ഫ്രീ ലോൺസ് തയ്യാറാക്കാൻ കഴിയും. വീഡ്സ് ഫ്രീ ലോൺസ് തയ്യാറാക്കാനായിട്ട് 2,4-D ഉപയോഗിക്കുന്നുണ്ട്, യൂസ്ഡ് ആസ് എ വീഡിസൈഡ്. നെക്സ്റ്റ് വൺ, കൺട്രോൾ സൈലം ഡിഫറൻസിയേഷൻ. നമുക്കറിയാം സൈലം ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന, കണ്ടക്ഷൻ സഹായിക്കുന്ന ഒരു കോംപ്ലക്സ് ടിഷ്യൂ ആണ്. സൈലം ഈസ് കമ്പോസ്ഡ് ഓഫ് 4 ടൈപ്സ് ഓഫ് സെൽസ്. ഏതൊക്കെയാണ്? ട്രക്കീഡ്സ്, വെസൽസ്, സൈലം പാരൻകൈമ ആൻഡ് സൈലം ഫൈബർ. അനാട്ടമിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈലം ഡിഫറൻസിയേഷൻ, സെൽ ഡിഫറൻസിയേഷനൊക്കെ സഹായിക്കുന്നു ഓക്സിൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നത് സൈറ്റോകൈനിൻസ് ആണ്. പക്ഷേ ഗ്രോത്ത് നടക്കണമെങ്കിൽ എന്ത് നടക്കണം? സെൽ ഡിവിഷൻ നടക്കണം. സെൽ ഡിവൈഡഡ് സെല്ലാണ് എന്ത് ചെയ്യുന്നത്? ഗ്രോത്തിന് വിധേയമാകും. അപ്പോൾ അങ്ങനെ സെൽ ഡിവിഷനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഓക്സിൻസ്. വേഗം ഒന്നുകൂടെ നോക്കുക. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഓക്സിൻസ് പറയുമ്പോഴത്തേക്ക് ഇനിഷ്യേറ്റ് റൂട്ടിംഗ് ഫ്രം സ്റ്റെം കട്ടിങ്സ്, promote flowering in pineapples, simultaneous flowering in pineapples, prevent early drop of fruits and leaves. അതോടൊപ്പം എന്നാൽ മെച്ചർ ഓൾഡർ ലീവ്സിനെ താഴെ വീഴ്ത്താനും സഹായിക്കുന്നുണ്ട്. അതിന് പ്രൊമോട്ട് അബ്സഷൻ ഓഫ് ഓൾഡർ മെച്ചർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. നെക്സ്റ്റ് വൺ, എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസ് പറഞ്ഞു, എപ്പിക്കൽ ബഡ്സിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുക, ലാറ്ററൽ ബഡ്സിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുക. അതുവഴി പ്ലാന്റ്സിൻ്റെ ഉയരം, ഹൈറ്റ് കൂട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി, സീഡ്ലെസ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇത് പാർത്തനോകാർപ്പി എന്ന് പറയുക. അപ്പോൾ അങ്ങനെ അതിനാണ് ഇൻഡ്യൂസ്ഡ് പാർത്തനോകാർപ്പി എന്ന്. ബൈ അപ്ലൈയിങ് ഹോർമോൺസ്, നാച്ചുറലി തന്നെ സംഭവിക്കാം ഓക്സിൻസിൻ്റെ ആക്ഷൻ കാരണം, നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടും ചെയ്യാം. 2,4-D ഈസ് യൂസ്ഡ് ആസ് വീഡിസൈഡ്. നെക്സ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ സൈലം ഡിഫറൻസിയേഷൻ. ആൻഡ് ലാസ്റ്റ് ദ പോയിന്റ്, ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു ഹോർമോണൂടാണ്. കാരണം സെൽ ഡിവിഷൻ എന്ന് വെച്ചാൽ ഗ്രോത്ത് പ്രൊമോഷനാണ്, സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഗിബർലിൻസിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. ഗിബർലിൻസിൻ്റെ പ്രാക്ടിക്കൽ അപ്പോൾ ഗിബർലിൻ എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോണാണ്. പറഞ്ഞ ഗിബർലിൻസ് ആർ കെമിക്കലി വീക്ക് ആസിഡ്സ്. ഗിബർലിൻസ് ആർ കെമിക്കലി വീക്ക് ആസിഡ്സ്. ദേ ആർ കോൾഡ് ഗിബർലിക് ആസിഡ്സ്. മോർ ദാൻ 100 ടൈപ്സ് ഓഫ് ഗിബർലിൻസ് വെയർ ഐസൊലേറ്റഡ്. അതെല്ലാം GA1, GA2, GA3 ഇങ്ങനെ GA100 വരെ പറയും. അപ്പോൾ ഗിബർലിൻസ് ആർ വീക്ക് ആസിഡ്സ്. ദേ ആർ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. ഒരു പ്ലാന്റിൻ്റെ ലൈഫ് തുടങ്ങുന്നത് ജെർമിനേഷനോടുകൂടിയാണ്. സീഡ് ജെർമിനേഷനിലൂടെ പ്ലാന്റ് ലൈഫ് തുടങ്ങുമ്പോൾ ആദ്യം ഫങ്ഷൻ ചെയ്യുന്നൊരു ഹോർമോൺ ഗിബർലിനാണ്. ആ ജെർമിനേറ്റിംഗ് സീഡ്സിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഹോർമോൺ ഗിബർലിൻസ്. നമുക്കറിയാം ഡോർമൻസിയെ ബ്രേക്ക് ചെയ്തിട്ടാണ് ജെർമിനേഷനിലേക്ക് പോവുക. അപ്പോൾ ഇനാക്റ്റീവ് പീരീഡ് കഴിഞ്ഞിട്ട് ആക്റ്റീവ് ഫേസിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവിടെ ആദ്യം വർക്ക് ചെയ്യുന്ന ഹോർമോൺ ഗിബർലിൻസ് ആണ്. ആ സ്റ്റോർഡ് ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനൊക്കെ ഗിബർലിൻസ് സഹായിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൻ്റെ പ്ലാൻ ബോഡി നോക്കുക. ഫസ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ സ്റ്റെം ഇലോങ്ങേഷൻ ആൻഡ് ലീഫ് എക്സ്പാൻഷൻ. സ്റ്റെം ഇലോങ്ങേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ലീഫ് എക്സ്പാൻഡ് ചെയ്യാൻ. അപ്പോൾ ലീഫിൻ്റെയൊക്കെ വലിപ്പം കൂടാൻ സഹായിക്കുന്നുണ്ട്. അത് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് ഇപ്പോൾ ഷുഗർ കെയിനിലൊക്കെ ആണെങ്കിൽ സ്റ്റെമ്മിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യാൻ. ക്യാബേജസിലൊക്കെ ലീഫിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്ലാന്റ്സിലൊക്കെ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം വെച്ചാൽ ലീഫിൻ്റെയും സ്റ്റെമ്മിൻ്റെയൊക്കെ സൈസ് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഹെൽപ്സ് ഇൻ സ്റ്റെം ഇലോങ്ങേഷൻ ആൻഡ് ലീഫ് എക്സ്പാൻഷൻ. നെക്സ്റ്റ് പോയിന്റ് നോക്കുക, ബ്രേക്ക് ബഡ് ഡോർമൻസി ഇൻ ട്രീസ് ഡ്യൂറിങ് വിൻ്റർ സമയത്ത്. നമുക്കറിയാം പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ, അനിമൽ ഗ്രോത്തിനെ സീസൺസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, പക്ഷേ പ്ലാന്റ് ഗ്രോത്തിനെ സീസൺസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പാർട്ട് ഓഫ് ദി ഇയർ വെൻ പ്ലാന്റ് ഗ്രോത്ത് ഈസ് മാക്സിമം ഈസ് കാൾഡ് ഗ്രോയിങ് സീസൺ. അപ്പോൾ അതുപോലെ വിൻ്റർ സീസണിലൊക്കെ ആണെങ്കിൽ പ്ലാന്റ് ഗ്രോത്തിന് സഹായിക്കും. നോക്കുക, ആ സമയത്തൊക്കെ പ്ലാന്റ് ഗ്രോത്ത് കുറവായിരിക്കും. അപ്പോൾ കുറവായിരിക്കും മീൻസ് ഇനാക്റ്റീവ് പീരീഡിലായിരിക്കും, ഡോർമൻസി പീരീഡിലായിരിക്കും. ആ ബഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ ഗിബർലിൻസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഗിബർലിൻസ് ബ്രേക്സ് ബഡ് ഡോർമൻസി ഇൻ ട്രീസ് ഡ്യൂറിങ് വിൻ്റർ സമയത്ത് ആ ബഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നു ഗിബർലിൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുക, പറഞ്ഞു സീഡ് ജെർമിനേഷനിലോടുകൂടിയാണ് പ്ലാന്റ് ലൈഫ് ആരംഭിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അതിന് സഹായിക്കുന്ന ആ ജെർമിനേറ്റിംഗ് സീഡ്സിൽ ചില ഹൈഡ്രോളൈസിങ് എൻസൈംസ്, ജെർമിനേഷനെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ചില ഹൈഡ്രോളൈസിങ് എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ സഹായിക്കുന്നുണ്ട് ഗിബർലിൻസ്. അതാണ് നെക്സ്റ്റ് പോയിന്റ്, ഇൻഡ്യൂസ് പ്രൊഡക്ഷൻ ഹൈഡ്രോളൈസിങ് എൻസൈംസ് ഇൻ ജെർമിനേറ്റിംഗ് സീഡ്സ്. സീഡ് ജെർമിനേഷനിൽ ഏറ്റവും ആദ്യം ഫങ്ഷൻ ചെയ്യുന്ന ഹോർമോൺ ഗിബർലിൻസ് ആണ്. നെക്സ്റ്റ് നോക്കുക, ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ഗ്രേപ്പ് സ്റ്റാക്സ്.
ഗ്രേപ്പ് സ്റ്റാക്സ് മീൻസ് മുന്തിരിക്കുലകൾ, ബഞ്ചസ് ഓഫ് ഗ്രേപ്സ് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഗ്രേപ്പ് സ്റ്റാക്കിൻ്റെ വലിപ്പം കൂട്ടാൻ സഹായിക്കുന്നു. അതുവഴി ഗ്രോത്ത് കൂടുതൽ സമയത്തേക്ക് ഉണ്ടാകും. അപ്പോൾ വലിപ്പമുള്ള ഗ്രേപ്സിൻ്റെ ബഞ്ചസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ഗ്രേപ്പ് സ്റ്റാക്സ്, കൂടുതൽ ഗ്രേപ്സ് അതിൽ ഓരോ കുലകളിലും ഉണ്ടാകും. അപ്പോൾ അതിന് സഹായിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഗിബലിക് ആസിഡ്സ്, വീക്ക് ആസിഡ്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നാച്ചുറൽ ഗിബലൻസ് ആണ് സഹായിക്കുക. എന്നാൽ ആർട്ടിഫിഷ്യലി ഹോർമോൺസ് ഇതിന് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ആപ്പിൾ പോലുള്ള ഫ്രൂട്ട്സിൽ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും അതിൻ്റെ ഷേപ്പൊക്കെ വരാനൊക്കെ സഹായിക്കുന്നുണ്ട് ഏത് ഗിബലൻസ്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു ഇലോങ്ങേറ്റ് ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ഫ്രൂട്ട്സ് ലൈക്ക് ആപ്പിളിലൊക്കെ എൻ്റെ ഫ്രൂട്ടിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ. അപ്പോൾ അതുവഴി ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് അത് മെച്ചറാകാതെ, എളുപ്പത്തിൽ റൈപ്പനാകാതെ കൂടുതൽ നാൾ ഇവിടെ നിൽക്കുന്നു, പ്ലാന്റിൽ തന്നെ നിർത്താൻ കഴിയുന്നു. അതുവഴി നമുക്ക് മാർക്കറ്റിങ്ങിനെ അസിസ്റ്റ് ചെയ്യാനും കഴിയും. ഓഫ് സീസണിലൊക്കെ വില കൂട്ടി വിൽക്കുന്നതിനൊക്കെ ഇത് ഹോർമോൺസ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അൺസയൻറ്റിഫിക്കായിട്ട് യൂസ് ചെയ്യുന്നത് ഹാംഫുള്ളാണ്. നെക്സ്റ്റ് വൺ, ഡിലേ സെനസൻസ് പറഞ്ഞു. ഗ്രോത്ത് പ്രൊമോഷൻ നടക്കുകയാണ്, ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോണാണ്. അപ്പോൾ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേ അവിടെ സെനസൻസ് വളരെ ഡിലേ ആയിരിക്കും. റൈപ്പനിങ്ങും സെനസൻസും ഒക്കെ വളരെ പതുക്കെ ആയിരിക്കും നടക്കുക. നെക്സ്റ്റ് വൺ, ഗിബലൻസ്. ആർട്ടിഫിഷ്യൽ ഗിബലൻസ് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ ബ്രൂവിങ് ഇൻഡസ്ട്രി. ബ്രൂവിങ് ഇൻഡസ്ട്രി മീൻസ് വൈനൊക്കെ മേക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് ബ്രൂവിങ് ഇൻഡസ്ട്രി. അല്ല, മാൾട്ടിംഗ് പ്രോസസ്സിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ സ്പീഡപ്പ് മാൾട്ടിംഗ് പ്രോസസ് ഇൻ ബ്രൂവിങ് ഇൻഡസ്ട്രി. വൈനും മദ്യമൊക്കെ ലിക്കറൊക്കെ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഗിബലൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട് ടു സ്പീഡപ്പ് ദി മാൾട്ടിംഗ് പ്രോസസ്സ്. നെക്സ്റ്റ് നോക്കുക, ലെങ്ത് ഓഫ്. നേരത്തെ പറഞ്ഞു ഷുഗർ കെയിനിലൊക്കെ സ്റ്റെമ്മിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റെം ഇലോങ്ങേഷൻ സഹായിക്കുന്നു. അപ്പോൾ സ്റ്റെം ഇലോങ്ങേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ദെയർബൈ കൂടുതൽ ഷുഗർ അവിടെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നു, സുക്രോസൊക്കെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് സ്റ്റെം ഇൻ ഷുഗർ കെയിൻ. നെക്സ്റ്റ് വൺ നമുക്ക് ജുവനൈൽ കോണിഫറസ് പ്ലാന്റ്സിലൊക്കെ നമ്മൾ ഗിബലിൻ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അവിടെ എളുപ്പത്തിൽ നടക്കും, സീഡ് പ്രൊഡക്ഷൻ നടക്കുന്നു. അത് വേഗത്തിൽ മെച്യൂരിറ്റി പീരീഡിലേക്ക്, റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എത്തുകയും സീഡ് പ്രൊഡക്ഷൻ വേഗത്തിലാക്കാനും സഹായിക്കുന്നു ഗിബലിൻസ് എന്ന് പറയാം. അപ്പോൾ ഗിബലിൻ, സ്പ്രേയിങ് ഓഫ് ഗിബലിൻസ് ആൻഡ് ജുവനൈൽ ഹോർണിഫേഴ്സ്. ജുവനൈൽ മീൻസ് അഡൽട്ട് ആകുന്നില്ല, പ്രീ റീപ്രൊഡക്റ്റീവ് ഫേസിലുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സിൽ നമ്മൾ ഗിബലിൻ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, മെച്യൂരിറ്റി പീരീഡ് ഹേസ്റ്റൻ ചെയ്യും, സ്പീഡപ്പ് ചെയ്യുന്നു. അതുവഴി വേഗത്തിൽ സീഡ് പ്രൊഡക്ഷൻ സഹായിക്കുന്നുണ്ട്. ഗിബലൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ബോൾട്ടിംഗ് എന്ന് പറയുന്നത്. പ്രൊമോട്ട് ബോൾട്ടിംഗ് എന്ന് പറയുക. നോർമലി പ്ലാന്റ്സിലൊക്കെ സ്റ്റെമ്മിൽ ഫിലോടാക്സി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിലോടാക്സി മീൻസ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ ദി സ്റ്റെം ഈസ് കാൾഡ് ഫിലോടാക്സി. അത് ഓപ്പോസിറ്റ് ഫിലോടാക്സി ആകാം, ആൾട്ടർനേറ്റ് ആകാം, വേൾഡ് ഫിലോടാക്സി ആകാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ നോഡിൽ നിന്ന് ലീവ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, ഡിഫറെൻറ്റ് ഏജസിൽ, സൈസിൽ. അത് ഓപ്പോസിറ്റ് ആകാം, വേൾഡ് ആകാം, പിന്നെ ഓൾട്ടർനേറ്റ് ഫിലോടാക്സി ആകാം. ഇങ്ങനെയൊക്കെയാണ് നോർമലി ലീവ്സ് വരിക, ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ്. എന്നാൽ ചില പ്ലാന്റ്സിലൊക്കെ റോസറ്റ് ഹാബിറ്റ് ഉള്ള അറേഞ്ച്മെൻറ്റ്. റോസറ്റ് ഹാബിറ്റ് മീൻസ് റോസ് ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് പോലെ അടുക്കി അറേഞ്ച് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലോവേര, കറ്റാർ വാഴ, നമ്മുടെ പൈനാപ്പിൾ തുടങ്ങിയ ചെടികളിലൊക്കെ ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് ബേസൽ പാർട്ട്, അല്ലെങ്കിൽ നമ്മൾ മോർഫോളജി പഠിച്ച ലില്ലിയേസേ ഫാമിലി ലില്ലി പ്ലാന്റ്സിലൊക്കെ ഒരു പോയിന്റിൽ നിന്നാണ് ഇത്തരം ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് ബേസൽ എന്ന് പറയും. ഒരു പോയിന്റിൽ നിന്നാണ് എല്ലാ സൈഡിലേക്ക് ലീവ്സ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ അത് വരുന്നത് ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ലീവ്സ് വരുമ്പോൾ ഇതിന് ഇടയ്ക്ക് എന്ത് നിന്നാൽ ഇതുള്ള പ്ലാന്റ്സിലൊക്കെ ഇതിനുള്ളിൽ പ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവിടെ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ലീവ്സിന് ഉള്ളിലായിട്ട് ഫ്ലവേഴ്സ് നിൽക്കുകയാണെങ്കിൽ അവിടെ പോളിനേഷനുള്ള ചാൻസസ് വളരെ കുറവാണ്. പോളൻ ഗ്രെയിൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്, അല്ലെങ്കിൽ ഇൻസെക്റ്റുകൾ അട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അറേഞ്ച്മെൻ്റ് ഉള്ള പ്ലാന്റ്സാണ് റോസറ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം പ്ലാന്റ്സിലൊക്കെ ക്യാബേജൊക്കെ അതിന് എക്സാമ്പിൾസാണ്. ക്യാബേജിൻ്റെ ലീവ്സ് അങ്ങനെ അടുക്കി അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. ആ ഒരു അറേഞ്ച്മെൻറ്റാണ് റോസറ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അത്തരം ഫ്ലവേഴ്സിൽ, അത്തരം പ്ലാന്റ്സിൽ അവർ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ഇൻ്റർനോഡ് ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യുന്നു. ആ പ്ലാന്റിൽ നിന്നും ഒരു ഇൻ്റർനോഡ് ഇലോങ്ങേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടിപ്പിലായിരിക്കും ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുവഴി എളുപ്പത്തിൽ പോളിനേഷൻ നടക്കാൻ സഹായിക്കുന്നുണ്ട്. അലോവേരയൊക്കെ കുറക്കാലം കഴിയുമ്പോഴത്തേക്ക് അതിലിതുപോലെ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. വെജിറ്റേറ്റീവ് ഫേസ് കഴിഞ്ഞ് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് അങ്ങനെ ഫ്ലവേഴ്സ് വരിക. ആ ഇൻ്റർനോഡ് ഇലോങ്ങേഷൻ എന്ന പ്രോസസ്സിനെയാണ് ബോൾട്ടിംഗ് എന്ന് പറയുക. അപ്പോൾ ബോൾട്ടിംഗ് ഈസ് ദി ഇൻ്റർനോഡ് ഇലോങ്ങേഷൻ ജസ്റ്റ് പ്രയോർ ടു ഫ്ലവറിങ് നടക്കുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് കഴിഞ്ഞിട്ട് പ്രയോർ ടു ദി റീപ്രൊഡക്റ്റീവ് ഫേസിലാണ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. റീപ്രൊഡക്റ്റീവ് ഫേസിൽ എത്തുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, ഒരു ഇൻ്റർനോഡ് ഇലോങ്ങേറ്റ് ചെയ്യുന്നു. ഇൻ്റർനോഡ് ഇലോങ്ങേറ്റ് ചെയ്തതിന് ശേഷം അതിലായിരിക്കും ഫ്ലവേഴ്സ് വരിക.
ആ പ്രോസസ്സിനാണ് ബോൾട്ടിംഗ് എന്ന് പറയുന്നത്. ഗിബലൻസിലെ ഇമ്പോർട്ടൻറ്റ് ടേം എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ബോൾട്ടിംഗ് ആണ്. അപ്പോൾ ബോൾട്ടിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഇന്റർനോട്ട് ഇലോങ്ങേഷൻ ജസ്റ്റ് പ്രയോർ ടു ദ റീപ്രൊഡക്റ്റീവ് ഫേസ് ഓർ ജസ്റ്റ് പ്രയോർ ടു ദി ഫ്ലവറിംഗ് ഇൻ ഷുഗർ ബീറ്റ്, പിന്നെന്താണ് ക്യാബേജ്, നമ്മുടെ അലോവേര, ഇതൊക്കെ എക്സാമ്പിൾസ് പറയാം. അത്തരം പ്ലാന്റ്സിൻ്റെ എല്ലാം ലീഫിൻ്റെ അറേഞ്ച് എന്ന് പറയുന്ന പേര് റോസറ്റ് ഹാബിറ്റ് എന്നായിരിക്കും. ബേസൽ പാർട്ടിൽ നിന്നാണ് ലീവ്സ് എല്ലാം വരിക. അപ്പോൾ ഇത്രയുമാണ് ഗിബലൻസിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. വേഗത്തിൽ നോക്കുക. ഹെൽപ്സ് ഇൻ സ്റ്റെം ഇലോങ്ങേഷൻ, ലീഫ് എക്സ്പാൻഷൻ. സെക്കൻഡ് വൺ, പ്ലാന്റ്സിൽ വിൻ്റർ സമയത്ത് ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ജെർമിനേറ്റിംഗ് സീഡ്സിൽ ഹൈഡ്രോളൈസിങ് എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ സഹായിക്കുന്നുണ്ട്. ഗ്രേപ്പ് സ്റ്റാക്സിൻ്റെ വലിപ്പം കൂട്ടാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആപ്പിൾ പോലുള്ള ഫ്രൂട്ട്സിൽ അതിൻ്റെ സൈസ് ആൻഡ് ഷേപ്പ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സെനസൻസ്, മെച്ചുറേഷൻ അല്ലെങ്കിൽ റൈപ്പനിങ് ഒക്കെ വളരെ പതുക്കെ, അതാണ് ഡിലേ സെനസൻസ്. പിന്നെ ബ്രൂവിംഗ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മാൾട്ടിങ്ങിനെ സ്പീഡപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഷുഗർ കെയിനിലെ സ്റ്റെമ്മിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഷുഗർ സ്റ്റോർ ചെയ്യാൻ കഴിയും. പിന്നെ കോണിഫറസ് പ്ലാന്റ്സിലേക്ക് ഗിബറിൻ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ സീഡ് പ്രൊഡക്ഷൻ വേഗത്തിലാക്കാൻ കഴിയും. പിന്നെ ലാസ്റ്റ് വൺ ബോൾട്ടിംഗ് ഉള്ളത് റോസറ്റ് ഹാബിറ്റ് ഉള്ള പ്ലാന്റ്സിലാണ്. അവിടെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ എത്തുന്നതിന് മുമ്പിട്ട് ഒരു ഇന്റർനോട്ട് ഇലോങ്ങേറ്റിന് ശേഷം അതിൻ്റെ ടിപ്പിലായിരിക്കും ഫ്ലവേഴ്സ് വരിക. അപ്പോൾ ഈസി പോളിനേഷൻ നടക്കും. അല്ല ഫ്ലവേഴ്സിനുള്ളിലാണെങ്കിൽ പോളിനേഷനുള്ള ചാൻസസ് കുറവായിരിക്കും. നെക്സ്റ്റ് വൺ സൈറ്റോകൈനൻസിൻ്റെ ക്യാരക്ടേഴ്സും അതിൻ്റെ ഫങ്ഷൻസുമാണ് പറയുന്നത്. സൈറ്റോകൈനൻസ് മൂന്നാമത്തെ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോണാണ്. ഓക്സിൻസ്, ഗിബലൻസ് ആൻഡ് സൈറ്റോകൈനൻസ്, ഇത് മൂന്നാണ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഗ്രോത്ത് നടക്കണമെങ്കിൽ സെൽ ഡിവിഷൻ നടക്കണം. സെൽ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ന്യൂക്ലിയർ ഡിവിഷനും സൈറ്റോപ്ലാസ്മിക് ഡിവിഷനും ഉണ്ട്. ന്യൂക്ലിയർ ഡിവിഷൻ ഇസ് കാൾഡ് കാരിയോകൈനസിസ് ആൻഡ് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ ഇസ് കാൾഡ് സൈറ്റോകൈനസിസ്. ഈ സൈറ്റോകൈനസിസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോണാണ് സൈറ്റോകൈനിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റോകൈനിൻസ് പ്രൊമോട്ട് സൈറ്റോകൈനസിസ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ. അതുവഴി ഗ്രോത്ത്, നമ്പർ ഓഫ് സെൽസ് കൂടുക, ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു ഗ്രോത്ത് പ്രൊമോട്ടറും കൂടാണ് സൈറ്റോകൈനിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സൈറ്റോകൈനസിനെ ഡിസ്കവർ ചെയ്തത് കൈനറ്റിൻ എന്ന ഫോമിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കൈനറ്റിൻ ഇസ് എ ഡെറിവേറ്റീവ് ഓഫ് അഡിനിൻ ഡെറിവേറ്റീവ്. നമുക്കറിയാം നൈട്രജൻ ബേസസ് അഡിനിൻ, അതിൻ്റെ ഒരു ഡെറിവേറ്റീവാണ് കൈനറ്റിൻ എന്ന് പറയുന്നത്. കൈനറ്റിൻ ഇസ് എ സൈറ്റോകൈനൻസ് എന്ന് പറയാം. ഇനി ഫസ്റ്റ് ആദ്യമായിട്ട് ഈ സൈറ്റോകൈനസിസ് പ്രൊമോട്ടിംഗ് ഹോർമോൺസിനെ ഐസൊലേറ്റ് ചെയ്തെടുത്ത് കോൺ കനൽസിൽ നിന്നും കോക്കനട്ട് മിൽക്കിൽ നിന്നുമാണ്. കോക്കനട്ട് മിൽക്കിൽ നിന്നും കോൺ കനൽസിൽ നിന്നും സൈറ്റോകൈനസിനെ ഡിസ്കവർ ചെയ്തെടുത്തു, ഐസൊലേറ്റ് ചെയ്തെടുത്തു. അങ്ങനെ ഫസ്റ്റ് നാച്ചുറലി ഒക്കറിങ് സൈറ്റോകൈനൻസിൻ്റെ പേര് സിയാറ്റിൻ എന്നാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഓൺ വേർഡാണ് സിയാറ്റിൻ. ഫസ്റ്റ് നാച്ചുറലി ഒക്കറിങ് സൈറ്റോകൈനിൻ ഈസ് കോൾഡ് സിയാറ്റിൻ. അത് എവിടെ നിന്നാണ്? കോൺ കനൽസിൽ നിന്നും കോക്കനട്ട് മിൽക്കിൽ നിന്നൊക്കെ ഐസൊലേറ്റ് ചെയ്ത് എടുത്താണ്. നെക്സ്റ്റ് വൺ, ദീസ് സൈറ്റോകൈൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ റൂട്ട് അപ്പെക്സ്. സോ റൂട്ട് ടിപ്പിൽ ഡെവലപ്പിംഗ് ഷൂട്ട് ബഡ് ആൻഡ് യങ് ഫ്രൂട്ട്സിൽ ഡെവലപ്പിംഗ് ഷൂട്ട് ബഡിൽ റൂട്ട് അപ്പെക്സിലൊക്കെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സൈറ്റോകൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റോകൈനസിസ് പ്രൊമോട്ടിംഗ് ഹോർമോണാണ് സൈറ്റോകൈനിൻ. ഇറ്റ്സ് എ ഡെറിവേറ്റീവ് ഓഫ് അഡിനിൻ. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് നാച്ചുറലി ഒക്കറിങ് സൈറ്റോകൈനിൻ സിയാറ്റിൻ ഐസൊലേറ്റ് ചെയ്തെടുത്തത് കോൺ കനൽസിൽ നിന്നും കോക്കനട്ട് മിൽക്കിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തെടുത്തു. നെക്സ്റ്റ് വൺ, അതിൻ്റെ ആപ്ലിക്കേഷൻസിൻ്റെ പ്ലാന്റ് ബോഡി നോക്കാം. പ്ലാന്റ്സിൽ പുതിയ ലീഫിൻ്റെ ഫോർമേഷൻ, നമുക്കറിയാം സീഡ് ജെർമിനേഷനൊക്കെ സഹായിക്കുന്നത് ഗിബലൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സീഡ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോട്ടിലൻസ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ന്യൂ ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ന്യൂ യങ് ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുക. ആ ലീവ്സിൽ തന്നെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫോർമേഷൻ, ക്ലോറോപ്ലാസ്റ്റ് പ്രൊഡക്ഷൻ സഹായിക്കുക. അതൊക്കെ ചെയ്യുന്ന സൈറ്റോകൈനിൻസ് ആണ്. അപ്പോൾ സൈറ്റോകൈനിൻ പ്രൊമോട്ട് ദി പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ലീവ്സ്, പുതിയ ലീവ്സ് വരാൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ക്ലോറോപ്ലാസ്റ്റ് ഇൻ ലീവ്സിൽ പുതിയ ക്ലോറോപ്ലാസ്റ്റ് വരാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ലാറ്ററൽ ഷൂട്ട് പ്രൊഡക്ഷൻ സഹായിക്കുന്നു. നമ്മൾ ഓക്സിൻസ് പറഞ്ഞപ്പോൾ ഓക്സിൻസിൻ്റെ ഒരു ഫംഗ്ഷൻ പറഞ്ഞു, എപ്പിക്കൽ ഡോമിനൻസ് എന്നൊരു ഫംഗ്ഷൻ പറഞ്ഞു. അവിടെ നടക്കുന്നത് എന്താണ്? എപ്പിക്കൽ ബഡ്സിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, ലാറ്ററൽ ബഡ്സിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുക. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഹോർമോണാണ് സൈറ്റോകൈനിൻ. എപ്പിക്കൽ ബഡ്സിൻ്റെ ഗ്രോത്തിനേക്കാൾ കൂടുതൽ ലാറ്ററൽ ബഡ്സിൻ്റെ ഗ്രോത്തിന് സഹായിക്കുന്നൊരു ഹോർമോണാണ്. അപ്പോൾ ബ്രാഞ്ച് ചെയ്ത് വളരാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഏത്? സൈറ്റോകൈനിൻ എന്ന് പറയുക. അതുകൊണ്ട് 2 പോയിന്റ്സ് ഒക്കെ ഹെൽപ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് ലാറ്ററൽ ഷൂട്ട് ബഡ്സ്, ലാറ്ററൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക. അതുവഴി എന്തിനെ ഓവർകം ചെയ്യാൻ കഴിയുന്നു? എപ്പിക്കൽ ഡോമിനൻസിനെ ഓവർകം ചെയ്യാൻ കഴിയുന്നു. എപ്പിക്കൽ ഡോമിനൻസിന് സഹായിക്കുന്നത് ഓക്സിൻസ് ആണ്, എന്നാൽ അതിന് ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഹോർമോണാണ് സൈറ്റോകൈനിൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റെമ്മിൽ നിന്നൊക്കെ അഡ്വൻറ്റീഷ്യസ് ഷൂട്ട് പ്രൊഡക്ഷൻ സഹായിക്കുന്നുണ്ട്.
നെക്സ്റ്റ് വൺ നോക്കുക, ന്യൂട്രിയൻ മൊബിലൈസേഷൻ. നമ്മൾ പറയും മിനറൽ ന്യൂട്രീഷൻ നമ്മൾ എന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്, നമ്മൾ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്, ധാരാളം ന്യൂട്രിയൻസ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ദീസ് ന്യൂട്രിയൻസ് ആർ ആൾവേസ് മൊബിലൈസിങ് വിത്തിൻ ദ പ്ലാന്റ് ബോഡി. യങ് പാർട്സ് ടു ഓൾഡർ പാർട്സ്, ഓൾഡർ പാർട്സ് ടു യങ് പാർട്സ്, ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്ലാന്റ്സിനുള്ളിൽ ന്യൂട്രിയൻ മൊബിലൈസേഷൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ കൂടാണ് ഏത്, സൈറ്റോകൈനസ് എന്ന് പറയുന്നത്. അങ്ങനെ ന്യൂട്രിയൻസ് വളരെ ഈസി ആയിട്ട് മൊബിലൈസ് ചെയ്യുമ്പോൾ, ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് അവിടെ സെനസൻസ് പീരീഡ് എന്താണ് ഡിലേ ചെയ്യും. സെനസൻസ് അറിയാലോ, മെച്യൂരിറ്റി കഴിഞ്ഞിട്ട് ഡെത്തിനിടയ്ക്കുള്ള പീരീഡിനാണ് സെനസൻസ്. അപ്പോൾ വേഗത്തിൽ മെച്ചറാകുന്നില്ല, ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഹെൽപ്സ് ഇൻ ന്യൂട്രിയൻ മൊബിലൈസേഷൻ, ദാറ്റ് ഹെൽപ്സ് ഇൻ ഡിലേ ഓഫ് സെനസൻസ്. അപ്പോൾ നോക്കുക, പുതിയ ലീവ്സ് വരാൻ സഹായിക്കുക, ലീവ്സിൽ പുതിയ ക്ലോറോപ്ലാസ്റ്റ് വരാൻ സഹായിക്കുക, ലാറ്ററൽ ഷൂട്ട് പ്രൊഡക്ഷൻ സഹായിക്കുക. ലാറ്ററൽ ഷൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പിക്കൽ ഡോമിനൻസിനെ മറികടക്കാൻ, ഓവർകം ചെയ്യാൻ കഴിയും. പിന്നെ അഡ്വൻറ്റീഷ്യസ് ഷൂട്ട് പ്രൊഡക്ഷൻ സഹായിക്കുക. ആൻഡ് ലാസ്റ്റ് വൺ ന്യൂട്രിയൻ മൊബിലൈസേഷൻ സഹായിക്കുക. അതുവഴി സെനസൻസ് പീരീഡ് ഡിലേ ചെയ്യിക്കാനും കഴിയും. ഇത്രയും സൈറ്റോകൈനസിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. നെക്സ്റ്റ് എഥിലിൻ്റെ ക്യാരക്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ മൂന്നും ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആയിരുന്നു, ഓക്സിൻസ്, ഗിബറിൻസ് ആൻഡ് സൈറ്റോകൈനൻസ്. ഇൻഹിബിറ്റേഴ്സ് ആർ ഓഫ് 2 ടൈപ്സ്. അതിലൊന്ന് എഥിലിൻ, മറ്റൊന്ന് അബ്സിസിക് ആസിഡ്. എഥിലിൻ എന്ന് പറയുന്ന ഒരു ഗേഷ്യസ് പ്ലാന്റ് ഹോർമോണാണ്. ഗേഷ്യസ് പ്ലാന്റ് ഹോർമോണാണ് എഥിലിൻ. ഫ്രൂട്ട് റൈപ്പനിങ്ങിനും ലീവ്സിൻ്റെ റൈപ്പനിങ്ങിനൊക്കെ സഹായിക്കുന്നത് എഥിലിനാണ്. ഓക്കെ, അപ്പോൾ ഫ്രൂട്ട്സിൽ, സ്മോക്കിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഹോർമോണോടാണ് എഥിലിൻ എന്ന് പറയുന്നത്. അപ്പോൾ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സിന് സഹായിക്കുന്ന ഹോർമോണാണ് എഥിലിൻ. ഇറ്റ്സ് എ ഗേഷ്യസ് ഹോർമോൺ. ആർട്ടിഫിഷ്യൽ എഥിലിൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ലാർജ് സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ട് അഗ്രികൾച്ചറിൽ. ആർട്ടിഫിഷ്യൽ എഥിലിൻ്റെ പേരാണ് എത്തിഫോൺ. ആർട്ടിഫിഷ്യൽ എഥിലിൻ ഈസ് കാൾഡ് എത്തിഫോൺ. എഥിലിൻ ഈസ് ഗേഷ്യസ് ഹോർമോൺ, പക്ഷേ എഥിലിൻ നമുക്ക് അവൈലബിൾ ആയ ലിക്വിഡ് ഫോമിലാണ്. അതിൽ നിന്നും ആ ഗ്യാസസ് റിലീസ് ചെയ്യുന്നുണ്ട്. റൈപ്പൻഡ് ഫ്രൂട്ട്സിൽ നിന്നും എഥിലിൻ റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് മറ്റുള്ള ഫ്രൂട്ട്സ് വേഗത്തിൽ പഴുക്കുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിൽ എന്താണ്, അബ്സിഷനൊക്കെ സഹായിക്കുന്നുണ്ട്. ഒരു ഗ്രോത്ത് ഇൻഹിബിറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റൈപ്പനിങ് ഫ്രൂട്ട്സിൽ നിന്നും ടിഷ്യൂസ് അണ്ടർഗോയിങ് സെനസൻസിന് വിധേയമാകുന്ന മെച്യൂരിറ്റി കഴിഞ്ഞ് ഡെത്തിനിടയ്ക്കുള്ള ആ ഓൾഡർ ടിഷ്യൂസിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. പ്രൊഡ്യൂസ്ഡ് ഇൻ ഓൾഡർ സെനസ്ഡ് ലീഫ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് റൈപ്പനിങ് ഫ്രൂട്ട്സ് എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഇതൊരു ഇൻഹിബിറ്ററാണ്. പക്ഷേ ഓക്സിൻസിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ, പ്ലാന്റ്സിൽ ഓക്സിൻസിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ എഥിലിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. ഓക്സിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴത്തേക്ക് ഗ്രോത്ത് പ്രൊമോഷൻ ഉണ്ടാവും. അപ്പോഴത്തേക്ക് വേഗത്തിൽ എന്താ നടക്കുക, അവിടെ റൈപ്പനിങ്ങും വേഗത്തിൽ നടക്കുന്നു. അപ്പോൾ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിൻ പ്രൊമോട്ട് എഥിലിൻ പ്രൊഡക്ഷൻ. അപ്പോൾ ഗ്രോത്തും വേഗത്തിലാവുന്നു, അതോടൊപ്പം അബ്സിഷനും വേഗത്തിൽ നടക്കുന്നു. അപ്പോൾ ഇത് എഥിലിൻ. അപ്പോൾ എഥിലിൻ, ആർട്ടിഫിഷ്യൽ എഥിലിൻ, സിന്തറ്റിക് എഥിലിൻ ഈസ് കാൾഡ് എത്തിഫോൺ. ലിക്വിഡ് ഫോമിൽ കിട്ടുന്ന ആണ് എത്തിഫോൺ. എഥിലിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. നോക്കുക, ഇത് ഒരു ഇൻഹിബിറ്ററാണെന്ന് പറഞ്ഞു. ബ്രേക്സ് സീഡ് ആൻഡ് ബഡ് ഡോർമൻസി. ഡോർമൻസി മീൻസ് ജെർമിനേഷന് മുമ്പുള്ള ഇനാക്റ്റീവ് പീരീഡ്. അപ്പോൾ ആ ഇനാക്റ്റീവ് പീരീഡിനെ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്സ് സീഡ് ആൻഡ് ബഡ് ഡോർമൻസി. നെക്സ്റ്റ് വൺ, ഇനിഷ്യേറ്റ് ജെർമിനേഷൻ. സീഡ് ഡോർമൻസി ഓർ ബഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജെർമിനേഷന് എത്തുക. അപ്പോൾ ഇനിഷ്യേറ്റ് ജെർമിനേഷൻ ഇൻ പീനട്ട് സീഡ്സ് ആൻഡ് സ്പ്രൗട്ടിംഗ് ഓഫ് പൊട്ടറ്റോ. ഉരുളക്കിഴങ്ങൊക്കെ മുളച്ച് വരുന്നത് കാണാം. ഉരുളക്കിഴങ്ങിൻ്റെ പുറത്ത് ചില കുഞ്ഞ് ഡിപ്രഷൻസ് കാണാം. ദേ ആർ കാൾഡ് ഐസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഐസിൽ നിന്നും പുതിയ മുള വരാൻ സഹായിക്കുക. അപ്പോൾ സ്പ്രൗട്ടിംഗ് ഓഫ് പൊട്ടറ്റോ ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഇത് എഥിലിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റാപ്പിഡ് ഇൻ്റർനോഡ് ഇലോങ്ങേഷൻ ഓർ പീറ്റോൾ ഇലോങ്ങേഷൻ ഇൻ ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്സ്. നമ്മൾ നെല്ല് നടുമ്പോൾ, ഞാറ് നടുമ്പോൾ വെള്ളത്തിലാണ് നടുക. അത് വളരെ വേഗത്തിൽ ആ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വളർന്നു വരാൻ സഹായിക്കുന്നൊരു ഹോർമോണും കൂടാണ് എഥിലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സഹായിക്കുന്നത് ആ ഇൻ്റർനോഡ്, വെള്ളത്തിനടിയിൽ നിൽക്കുന്ന പ്ലാന്റ്സിൻ്റെ ഇൻ്റർനോഡ് ഓർ പീറ്റോൾ ഇലോങ്ങേറ്റ് ചെയ്ത് വെള്ളത്തിന്, വാട്ടർ സർഫസിന് മുകളിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ വേഗത്തിൽ വളരാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് എഥിലിൻ എന്ന് പറയുന്നത്. ന്യൂ റൂട്ട് ഫോർമേഷൻ സഹായിക്കുന്നുണ്ട് പ്ലാന്റ്സിൽ. നേരത്തെ നമ്മൾ ലീഫ് പ്രൊഡക്ഷൻ്റെ കാര്യം മറ്റൊരു ഹോർമോണിൽ പറഞ്ഞു. അതുപോലെ ഇവിടെ റൂട്ട് ഗ്രോത്തിന് സഹായിക്കുക, റൂട്ട് ഹെയർ ഫോർമേഷൻ സഹായിക്കുക. റൂട്ടിൻ്റെ ഗ്രോത്ത് കൂടുക, റൂട്ട് ഹെയർ ഫോർമേഷൻ കൂടുമ്പോഴത്തേക്ക് അവിടെ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ കൂടുന്നു. അപ്പോൾ കൂടുതലായിട്ട് വാട്ടർ മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ പ്ലാന്റ്സിനെ സഹായിക്കുന്നുണ്ട്. റൂട്ട് ഗ്രോത്തിന് സഹായിക്കുക, റൂട്ട് ഹെയർ ഫോർമേഷൻ സഹായിക്കുക. റൂട്ട് ഹെയർ കൂടുമ്പോൾ അവിടെ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഓഫ് സീഡ്ലിംഗ്. പകരം സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏരിയയിൽ മുകളിലേക്ക് വളരുന്നതിനേക്കാൾ കൂടുതൽ ഹെൽത്തി സീഡ്ലിങ്സ് കിട്ടുക അതിനെ ചരിച്ച് നടുമ്പോഴത്തേക്കാണ്. അപ്പോൾ അങ്ങനെ ഹൊറിസോണ്ടൽ ഗ്രോത്തിനെ സഹായിക്കുക. ഹൊറിസോണ്ടൽ ഗ്രോത്തിന് സഹായിക്കുന്നതും എഥിലിനാണ്. നെക്സ്റ്റ് വൺ,
സ്വെല്ലിംഗ് ഓഫ് ആക്സിസ് ആൻഡ് എപ്പിക്കൽ ഹുക്ക് ഫോർമേഷൻ ഡൈക്കോട്ട് സീഡ്ലിങ്സ്. ഈ ചാപ്റ്റർ തന്നെ പറയുന്നുണ്ട് രണ്ട് തരം ജെർമിനേഷൻസിനെ കുറിച്ച്, എപ്പിജിയൽ ജെർമിനേഷൻ ആൻഡ് ഹൈപ്പോജിയൽ ജെർമിനേഷൻ. നമുക്കറിയാം ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ആ എംബ്രിയോയിൽ നിന്നും താഴേക്ക് വളർന്ന സ്ട്രക്ചറിനെ റാഡിക്കിൾ എന്നും മുകളിലേക്ക് വളർന്നു പോകുന്ന പ്ലിമ്യൂൾ എന്ന് പറയും. റാഡിക്കിൾ ആൻഡ് പ്ലിമ്യൂൾ. റാഡിക്കിൾ ബിക്കം റൂട്ട് സിസ്റ്റം ആൻഡ് പ്ലിമ്യൂൾ ബിക്കം ഷൂട്ട് സിസ്റ്റം. ഈ പ്ലിമ്യൂളിൻ്റെ ടിപ്പിലായിട്ട് രണ്ട് കോട്ടിലൻസ് ഉണ്ടാകാം. ഇങ്ങനെ രണ്ട് കോട്ടിലൻസ് ഉണ്ടെങ്കിലാണ് അവ ഡൈക്കോട്ട്സ്. ഈ ഡൈക്കോട്ട്സിൽ കാണുന്ന ഒരു ജെർമിനേഷൻ പറയുന്ന പേരാണ് എപ്പിജിയൽ ജെർമിനേഷൻ. ഇങ്ങനെ ഈ കോട്ടിലൻസ് മണ്ണിന് മുകളിലേക്ക് വരുമ്പോൾ, സീഡ് ജെർമിനേറ്റ് ചെയ്ത് സീഡിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ഹുക്ക് ഫോർമേഷൻ കാണാം. ആദ്യം കോട്ടിലൻസ് എല്ലാം ഇങ്ങനെ താഴേക്കാണ് വരിക, പിന്നീടാണ് അത് നിവർന്ന് മുകളിലേക്ക് വരുന്നത്, ഇതുപോലുള്ള സ്ട്രക്ചറായിട്ട് വരിക. അപ്പോൾ ഈ ഹുക്ക് ഫോർമേഷനാണ് ഇവിടെ പറയുന്നത് എപ്പിക്കൽ ഹുക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈക്കോട്ട്സിൽ കാണുന്ന ഈ ജെർമിനേഷനാണ് എപ്പിജിയൽ ജെർമിനേഷൻ എന്ന് പറയുക. എപ്പി മീൻസ് എബോവ് ദി എർത്ത്, ജിയൽ. അപ്പോൾ മണ്ണിന് മുകളിലേക്ക് കോട്ടിലൻസ് വരുന്ന ജെർമിനേഷൻ എപ്പിജിയൽ ജെർമിനേഷൻ എന്ന് പറയാം. മോണോകോട്ട്സിലൊക്കെ ഹൈപ്പോജിയൽ ജെർമിനേഷൻ ആയിരിക്കും. കോട്ടിലൻസ് റിമൈൻ ബിഹൈൻഡ് ദി സർഫസ് ഓഫ് സോയിൽ, അത് ഹൈപ്പോജിയൽ ജെർമിനേഷൻ. പിന്നെ അത് ഫോക്കസ് ഏരിയയിലില്ല. അപ്പോൾ ഇങ്ങനെ എപ്പിജിയൽ ജെർമിനേഷൻ നടക്കുന്ന ഡൈക്കോട്ട്സിൽ കോട്ടിലൻസ് മണ്ണോട് ഇതിന് ശേഷം ഈ ഹുക്ക് ഫോർമേഷൻ ശേഷമാണ് ഇത് നിവർന്ന് മുകളിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ എപ്പിക്കൽ ഹുക്ക് ഫോർമേഷൻ സഹായിക്കുന്ന ഡൈക്കോട്ട് സീഡ്ലിങ്സിൽ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് എഥിലിൻ. നെക്സ്റ്റ് വൺ, ഇതൊരു ഇൻഹിബിറ്ററാണ്. അതുകൊണ്ട് തന്നെ സെനസെൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അബ്സഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. അബ്സഷൻ മീൻസ് റൈപ്പനിങ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് അബ്സഷനാണ്, ഫാളിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ്. അതിനെ സഹായിക്കുക പ്രൊമോട്ട് സെനസെൻസ്. സെനസെൻസ് അറിയാമല്ലോ. എഥിലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. നമ്മൾ മറ്റു പലരും പറയും ഓക്സിൻസിൽ എപ്പിക്കൽ ഡോമിനൻസ്, ഗിബലൻസിൽ ബോൾട്ടിംഗ് ഒക്കെ പറഞ്ഞതുപോലെ എഥിലിൻ എന്ന ഹോർമോണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. ഈ ജെർമിനേറ്റിംഗ് സീഡ്സിൽ റേറ്റ് ഓഫ് റെസ്പിറേഷൻ, ജെർമിനേഷൻ മുമ്പ് അത് ഇനാക്റ്റീവ് പീരീഡിലായിരുന്നു. അപ്പോൾ ഇനാക്റ്റീവ് പീരീഡിൽ ഡോർമൻസി ബ്രേക്ക് ചെയ്ത് ഇനാക്റ്റീവ് പീരീഡ് കഴിഞ്ഞ് ആക്റ്റീവ് പീരീഡിലേക്ക് വരുമ്പോൾ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നൊരു ഹോർമോണാണ് ഏത്, എഥിലിൻ. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് മീൻസ് എഥിലിൻ എൻഹാൻസസ് റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഡ്യൂറിങ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. ഫലങ്ങൾ പാകമാകുമ്പോൾ അവിടെ റെസ്പിറേഷൻ റേറ്റ് കൂടുതലായിരിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് എന്താ പറയുക, റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സിൽ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഇൻക്രീസ് ചെയ്യും. ആ പ്രോസസ്സിനെ എന്ത് പറയാം, റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ഇനിഷ്യേറ്റ് ഫ്ലവറിങ്. ഫ്ലവറിങ്ങിന് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ഫ്ലവറിങ് പറഞ്ഞു, നമുക്ക് മാർക്കറ്റിനെ അസിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരേ സമയത്ത് പൂക്കളുണ്ടാവണം. സിങ്ക്രണൈസ്ഡ് ഫ്ലവറിങ് ആൻഡ് സിങ്ക്രണൈസ്ഡ് ഫ്രൂട്ട് ഡെവലപ്മെൻറ്റ് നടക്കണം. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ എഥിലിൻ ഉപയോഗിക്കുന്നുണ്ട്. നാച്ചുറലി തന്നെ പ്ലാന്റ്സിൽ അതിന് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടും എത്തിഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനിഷ്യേറ്റ് ഫ്ലവറിങ് ആൻഡ് ഫോർ സിങ്ക്രണൈസ്ഡ് ഫ്രൂട്ട് സെറ്റ് ഇൻ പൈനാപ്പിൾസ്. പൈനാപ്പിളിലൊക്കെ ഒരേ സമയത്ത് പൂവിടാനും ഒരേ സമയത്ത് ഫ്രൂട്ട്സ് മെച്ചറാകാനും റൈപ്പനാകാനൊക്കെ സഹായിക്കുന്നു എഥിലിൻ. അതുപോലെ ഇൻഡ്യൂസ് ഫ്ലവറിങ് ഇൻ മാംഗോയിൽ എന്താണ് പൂക്കളുണ്ടാകാൻ സഹായിക്കുന്നതും എഥിലിൻ ആണെന്ന് പറയും. നെക്സ്റ്റ് വൺ പറഞ്ഞു എത്തിഫോൺ. ആർട്ടിഫിഷ്യൽ പലതാണ് പറഞ്ഞു. ആർട്ടിഫിഷ്യൽ എഥിലിനാണ് എത്തിഫോൺ എന്ന് പറയുക. ഫ്രൂട്ട് റൈപ്പനിങ്ങിന് ഉപയോഗിക്കുന്നു ഇൻ ടൊമാറ്റോ ആൻഡ് ആപ്പിൾ. അതോടൊപ്പം റബ്ബറിലൊക്കെ ലാറ്റക്സ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. റബ്ബറിലൊക്കെ ലാറ്റക്സ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് എത്തിഫോൺ എന്ന ആർട്ടിഫിഷ്യൽ എഥിലിൻ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് നോക്കുക, ആക്സിലറേറ്റ് അബ്സഷൻ. ആക്സിലറേറ്റ് അബ്സഷൻ മീൻസ് എഥിലിൻ റൈപ്പനിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ താഴേക്ക് വീഴണമെന്ന് പറയാം, അബ്സഷൻ. ഫ്രൂട്ട് ഡ്രോപ്പ് ആൻഡ് ലീഫ് ഫോൾ ഈസ് കോൾഡ് അബ്സഷൻ. അതിനെ ആക്സിലറേറ്റ് ചെയ്യുന്നു, സ്പീഡപ്പ് ചെയ്യുന്നു. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, പ്രൊഡക്ഷൻ ഓഫ് ഫീമെയിൽ ഫ്ലവേഴ്സ്. പ്രത്യേകിച്ച് സാധാരണ മൊണീഷ്യസ് പ്ലാന്റ്സ് ഉണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് സെയിം പ്ലാന്റിൽ പ്രൊഡ്യൂസ് ചെയ്താൽ ദേ ആർ കോൾഡ് മൊണീഷ്യസ്. കുക്കുംബേഴ്സിലൊക്കെ അങ്ങനെയാണ്, വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ട പ്ലാന്റ്സിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ആദ്യം വരുന്ന മെയിൽ ഫ്ലവേഴ്സ് ഒന്നും ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാറില്ല. ഫ്രൂട്ടാണെന്ന് ഓവറി ആണല്ലോ. അപ്പോൾ ഓവറി കാണുന്ന ഫീമെയിൽ ഫ്ലവേഴ്സിൻ്റെ പ്രൊഡക്ഷൻ സഹായിക്കുന്നത്, കുക്കുംബേഴ്സിൽ ഫീമെയിൽ ഫ്ലവേഴ്സിൻ്റെ പ്രൊഡക്ഷൻ സഹായിക്കുന്നുണ്ട് ഏത്, എഥിലിൻ. അപ്പോൾ ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫീമെയിൽ ഫ്ലവേഴ്സ് പ്രധാനമായിട്ടും കുക്കുംബേഴ്സിലൊക്കെ സഹായിക്കുന്നുണ്ട്. ഫീമെയിൽ ഫ്ലവേഴ്സ് വന്നാൽ മാത്രമേ അത് ഫ്രൂട്ട്സ് ആയിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഇത്രയും എഥിലിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയാം. ഓക്കെ, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിലെ അവസാനത്തെ ഹോർമോണാണ് അബ്സസിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പ്രൊമോട്ടേഴ്സ് പറഞ്ഞു, ഇൻഹിബിറ്റേഴ്സ് പറഞ്ഞു. ഇൻഹിബിറ്റേഴ്സിൽ ഇപ്പോൾ പറഞ്ഞ എഥിലിനാണ്. നെക്സ്റ്റ് ഒരു ഇൻഹിബിറ്റിംഗ് ഹോർമോണാണ് അബ്സസിക് ആസിഡ് ഓർ ABA എന്ന് പറയുന്നത്. അബ്സസിക് ആസിഡ് ഈസ് എ ഗ്രോത്ത് ഇൻഹിബിറ്റർ.
ഗ്രോത്ത് മാത്രമല്ല, പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം നോർമൽ റേറ്റിൽ ഇങ്ങനെ നടക്കും. അപ്പോൾ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മെറ്റബോളിസത്തെയും ഇൻഹിബിറ്റ് ചെയ്യും. നമ്മുടെ മീൻസ് പ്ലാന്റ്സിൻ്റെ മെറ്റബോളിസത്തെ ഇൻഹിബിറ്റ് ചെയ്യുന്നൊരു ഹോർമോണാണ്. അപ്പോൾ അബ്സസിക് ആസിഡ് ആക്ട് ആസ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആൻഡ് ഓൾസോ ആൻ ഇൻഹിബിറ്റർ ഓഫ് പ്ലാന്റ് ഗ്രോത്ത് മെറ്റബോളിസം. മെറ്റബോളിക് ആക്ടിവിറ്റീസിനെല്ലാം ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഗ്രോത്ത് ഇൻഹിബിറ്ററാണ് ഏത് അബ്സസിക് ആസിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഹിബിറ്റ് സീഡ് ജെർമിനേഷൻ. ജെർമിനേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രൊമോഷൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്, അല്ലെ ഗ്രോത്ത് നടക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ജെർമിനേഷൻ. അതിനെ തടയുന്നു, മീൻസ് ഇൻഹിബിറ്റ് സീഡ് ജെർമിനേഷൻ. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റിമുലേറ്റ് ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ ക്ലോസിങ്ങിന് സഹായിക്കുന്നു. അപ്പോൾ എപ്പിഡെർമിസിലെ സ്റ്റൊമാറ്റ വഴിയാണ് എന്ത് നടക്കുക, ട്രാൻസ്പിറേഷനൊക്കെ നടക്കുക. അപ്പോൾ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷനൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. സ്റ്റിമുലേറ്റ് ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. പിന്നെ മറ്റൊന്ന്, ഇൻക്രീസ് ടോളറൻസ് ടു എൻവയോൺമെൻറ്റൽ സ്ട്രെസ്. പ്രകൃതിയിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരെ അൺഫേവറബിൾ കണ്ടീഷൻസിലെല്ലാം പ്ലാന്റ്സിനെ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്, അതിനെല്ലാം ടോളറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അബ്സസിക് ആസിഡിനെ എന്ത് പറയുന്നത്, സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയാൻ കാരണം അബ്സസിക് ആസിഡ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ടോളറൻസ് ഓഫ് പ്ലാന്റ്സ് ടു എൻവയോൺമെൻറ്റൽ സ്ട്രെസ്. നെക്സ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ സീഡ് ഡെവലപ്മെൻറ്റ്, മെച്ചുറേഷൻ ആൻഡ് ഡോർമൻസി. സീഡ് ഡെവലപ്പ് ചെയ്യാൻ, മെച്ചുറാകാൻ, പിന്നെ ഡോർമൻസിക്കൊക്കെ സഹായിക്കുന്നുണ്ട്. ജെർമിനേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, അപ്പോൾ അത് ഡോർമൻസിയെ ഡോർമൻസിക്ക് സഹായിക്കുന്നു. ഹെൽപ്സ് സീഡ്സ് ടു വിത്ത്സ്റ്റാൻഡ് അൺഫേവറബിൾ കണ്ടീഷൻസ്. നമുക്കറിയാം സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള പീരീഡ് ഡോർമൻസി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡോർമൻസിക്ക് സഹായിക്കുന്നുണ്ട്. ഹെൽപ്സ് ടു സീഡ്സ് ടു വിത്ത്സ്റ്റാൻഡ് അൺഫേവറബിൾ കണ്ടീഷൻസ്. സീഡ് ജെർമിനേഷനെ തടയുന്ന അല്ലെങ്കിൽ ഡോർമൻസി കാരണമാകുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ അൺഫേവറബിൾ കണ്ടീഷൻസിനെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, ഡെസിക്കേഷനൊക്കെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നു അബ്സസിക് ആസിഡ്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അബ്സസിക് ആസിഡ് ആക്ട് ആസ് എൻ ആൻറ്റഗോണിസ്റ്റ് ടു GA. അതൊരു ഒൺവേർഡായിട്ട് ചോദിക്കാറുണ്ട്. ഗിബർലിക് ആസിഡ്സിന് ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഗിബർലിക് ആസിഡ് ഇസ് എ ഗ്രോത്ത് പ്രൊമോട്ടർ. അപ്പോൾ അതിന് ആൻറ്റഗോണിസ്റ്റ്, ഒരു ഒപ്പണൻ്റ്, എതിരാളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഏത്, അബ്സസിക് ആസിഡ്. സോ അബ്സസിക് ആസിഡ് ആക്ട്സ് ആസ് ആൻ ആൻറ്റഗോണിസ്റ്റ് ടു ഗിബർലിക് ആസിഡ്സ്. ഇതാണ് അബ്സസിക് ആസിഡ് പറയുന്ന കാര്യം. ഇത്രയും അബ്സസിക് ആസിഡിൻ്റെ ഫങ്ഷൻസാണ്. ഈ ചാപ്റ്ററിലെ അടുത്ത ഫോക്കസ് പോയിന്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോട്ടോ പീരിയോഡിസം ആണ്. ഫോട്ടോ പീരിയോഡിസം പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ ലൈറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് ഫോട്ടോസിന്തസിനെ, റെസ്പിറേഷനെ, ട്രാൻസ്പിറേഷനൊക്കെ ലൈറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ അവൈലബിൾ ലൈറ്റിനനുസരിച്ച്, റിലേറ്റീവ് ഡേ ആൻഡ് നൈറ്റ് ലെങ്തിനനുസരിച്ച് പ്ലാന്റ്സിലുള്ള റെസ്പോൺസിന് പറയുന്ന പേരാണ് ഫോട്ടോ പീരിയോഡിസം. അപ്പോൾ ഫോട്ടോ പീരിയോഡിസം ഈസ് എ പ്രോസസ് ഓഫ് റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു റിലേറ്റീവ് ഡേ ആൻഡ് നൈറ്റ് ലെങ്ത്. പകൽ ദൈർഘ്യത്തിനും രാത്രി ദൈർഘ്യത്തിനും അനുസരിച്ച് പ്ലാന്റ്സിൽ ഉള്ള റെസ്പോൺസിനെയാണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറയാം. അപ്പോൾ എപ്പോഴും ഒരു ഡേ എന്ന് പറയുമ്പോൾ 24 hours നമ്മൾ കണക്കാക്കുന്നതെങ്കിലും എപ്പോഴും 12 hours ഓഫ് ഡേയും 12 hours ഓഫ് നൈറ്റും തന്നെ ആവണമെന്നില്ല. ചില മാസങ്ങളിലൊക്കെ ഡേ ടൈം കൂടുതലായിരിക്കാം, നൈറ്റ് ടൈം കുറവായിരിക്കാം. ചിലപ്പോൾ നൈറ്റ് ടൈം കൂടുതലാകാം, നേരം വെളുക്കുന്നതൊക്കെ വളരെ പതുക്കെയായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചില സമയങ്ങളിലൊക്കെ ഇതിൽ ചില വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ എന്തായാലും റിലേറ്റീവ് ഡേ ആൻഡ് നൈറ്റ് ലെങ്തിനനുസരിച്ച് പ്ലാന്റ്സിലുള്ള റെസ്പോൺസിനെയാണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ് ഓഫ് റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു റിലേറ്റീവ് ഡേ ആൻഡ് നൈറ്റ് ലെങ്ത്. ഒരു ഡേ ലെങ്തിനെ, ഒരു പകൽ ദൈർഘ്യത്തെ പറയുന്ന പേര് ഫോട്ടോ പീരീഡ് എന്നാണ്. അപ്പോൾ ഫോട്ടോ പീരീഡ് ഈസ് എ ഡേ ലെങ്ത്. പകൽ ദൈർഘ്യത്തെ ഡേ ലെങ്ത് എന്ന് പറയും. അത് കണ്ടിന്യൂസ് നോർമലി 24 hours 12 hours ഓഫ് ഡേയും 12 hours ഓഫ് നൈറ്റുമാണ് വരുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 12 hours ഓഫ് ഡേ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ക്രിട്ടിക്കൽ ഡേ ലെങ്ത്. ഇതൊക്കെ ഒരു ഫുൾ ഡേ ആണെന്ന് കരുതുക. അപ്പോൾ 12 hours ഓഫ് ഡേയും 12 hours ഓഫ് നൈറ്റുമാണ് ഇത് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 12 hours ഓഫ് ഡേ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ക്രിട്ടിക്കൽ ഡേ ലെങ്ത്. ഡേ 12 hours ഉണ്ടെങ്കിൽ നൈറ്റും 12 hours കാണും. അപ്പോൾ ഇറ്റ് ഈസ് കാൾഡ് ക്രിട്ടിക്കൽ ഡാർക്ക് പീരീഡ്. അപ്പോൾ ക്രിട്ടിക്കൽ ഡേ ലെങ്ത് ആൻഡ് ക്രിട്ടിക്കൽ ഡാർക്ക് പീരീഡ്. കണ്ടിന്യൂസ് 12 hours ഓഫ് ഡേ ലെങ്ത് ഈസ് കാൾഡ് ക്രിട്ടിക്കൽ ഡേ ലെങ്ത് ആൻഡ് കണ്ടിന്യൂസ് 12 hours ഓഫ് ഡാർക്ക്നെസ് ഈസ് കാൾഡ് ക്രിട്ടിക്കൽ ഡാർക്ക് പീരീഡ്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. ഫോട്ടോ പീരിയോഡിസം ഈസ് എ പ്രോസസ് ഓഫ് റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു റിലേറ്റീവ് ഡേ ആൻഡ് നൈറ്റ് ലെങ്ത്. പ്രോസസ് ഓഫ് റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു റിലേറ്റീവ് ഡേ ആൻഡ് നൈറ്റ് ലെങ്ത് ഈസ് കാൾഡ് ഫോട്ടോ പീരിയോഡിസം. എ ഡേ ലെങ്ത് ഈസ് കാൾഡ് ദ ഫോട്ടോ പീരീഡ്. ഫോട്ടോ പീരീഡ് എന്ന് പറയാം. 24 hours 12 hours ഓഫ് ഡേ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ക്രിട്ടിക്കൽ ഡേ ലെങ്ത്.
അപ്പോൾ 12 hours ഓഫ് നൈറ്റും കിട്ടും. ഇറ്റ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ഡാർക്ക് പീരീഡ്. 12 hours ഓഫ് ഡേയും 12 hours ഓഫ് നൈറ്റും. പക്ഷേ എല്ലായ്പ്പോഴും ഇതിങ്ങനെയല്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ എന്തായിരിക്കാം, പകൽ ദൈർഘ്യം കുറവായിരിക്കാം. 12 hours പറയുന്ന പേര് ക്രിട്ടിക്കൽ ഡേ ലെങ്ത്. അപ്പോൾ ക്രിട്ടിക്കൽ ഡേ ലെങ്തിനേക്കാൾ കുറഞ്ഞും വരാം, കൂടിയും വരാം. പകൽ ദൈർഘ്യം കുറവാണെങ്കിൽ രാത്രി കൂടുതലാകാം, രാത്രി കുറവാണെങ്കിൽ പകൽ ദൈർഘ്യം കൂടുതൽ, ഇങ്ങനെയുള്ള ആൾട്ടറേഷൻസ് ഒക്കെ വരാം. ഈ ഫോട്ടോ പീരിയോഡിസത്തെ ബേസ് ചെയ്ത് നമുക്ക് പ്ലാന്റ്സിനെ 3ആയി ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ പ്ലാന്റ്സ് ആർ ഓഫ് 3 types based on photoperiodism. They are short day plants, long day plants and day neutral plants. Short day plants, long day plants and day neutral plants ഇങ്ങനെ 3ആയി ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഓൺ ഷോർട്ട് ഡേ പ്ലാന്റ്സ്. ഇതിപ്പോൾ 12 hours ഓഫ് ഡേയും 12 hours ഓഫ് നൈറ്റുമാണ്. നെക്സ്റ്റ് നമുക്ക് ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ hours of day is called critical day length. 12 hours വേണം. ഇവിടെ നോക്കുക, 12 hours ഇല്ല. അപ്പോൾ ക്രിട്ടിക്കൽ ഡേ ലെങ്തിനേക്കാൾ കുറവാണ് ഡേ ലെങ്ത് എങ്കിൽ, ആ സമയത്ത് നന്നായിട്ട് ഫ്ലവറിങ് ഒക്കെ ചെയ്യുന്ന, റെസ്പോൺസ് കാണിക്കുന്ന പ്ലാന്റ്സിനാണ് എന്ത് പറയുക, ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്ന് പറയുക. അപ്പോൾ ക്രിട്ടിക്കൽ ഡേ ലെങ്ത് ഈസ് 12 hours ഓഫ് ഡേ. ഇവിടെ 12 hours ഓഫ് ഡേ ഇല്ല. അപ്പോൾ ക്രിട്ടിക്കൽ ഡേ ലെങ്തിനേക്കാളും കുറവാണ് ഡേ ടൈം എങ്കിൽ ആ സമയത്ത് നന്നായിട്ട് ഫ്ലവറിംഗ് ഒക്കെ നടത്തുന്ന, റെസ്പോൺസ് കാണിക്കുന്ന പ്ലാന്റ്സിനെയാണ് എന്ത് പറയുക, ഷോർട്ട് ഡേ പ്ലാന്റ്സ് ഓർ SDP എന്ന് പറയാം. ഷോർട്ട് ഡേയുടെ മറ്റൊരു അർത്ഥം ലോങ് നൈറ്റ് എന്നുകൂടാണ്. സോ ദീസ് പ്ലാന്റ്സ് ആർ ആൾസോ കോൾഡ് ലോങ് നൈറ്റ് പ്ലാന്റ്സ്. അപ്പോൾ ഷോർട്ട് ഡേ പ്ലാന്റ്സ് ആർ ആൾസോ കോൾഡ് ലോങ് നൈറ്റ് പ്ലാന്റ്സ് എന്നൂടെ പറയാം. എക്സാമ്പിൾസ് നോക്കുക, റൈസ്, ഡാലിയ, കോസ്മോസ്, ഷുഗർ കെയിൻ, പൊട്ടറ്റോ. കോസ്മോസ് എന്ന് പറയുന്ന മാങ്ങാ ചെടി എന്ന് പറയുന്ന ജമന്തി പോലത്തെ ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ റൈസ്, ഡാലിയ, കോസ്മോസ്, ഷുഗർ കെയിൻ, പൊട്ടറ്റോ ഇതെല്ലാം ഷോർട്ട് ഡേ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഷോർട്ട് ഡേ പ്ലാന്റ്സ് മീൻസ് കണ്ടിന്യൂവസ് 12 hours ഓഫ് ഡേ ഈസ് കാൾഡ് ക്രിട്ടിക്കൽ ഡേ ലെങ്ത്. അത് കിട്ടുന്നില്ല, 12 hours ഓഫ് ഡേ ഇല്ല, പകൽ ദൈർഘ്യം കുറവാണ്. നേരത്തെ ഇരുട്ടുന്ന മാസങ്ങളായിരിക്കും, അത് പകൽ ദൈർഘ്യം കുറവായിരിക്കും. അപ്പോൾ പകൽ ദൈർഘ്യം കുറവാണെങ്കിൽ രാത്രി നൈറ്റ് കൂടുതലായിരിക്കും. സോ ഇറ്റ് ഇസ് ആൾസോ കോൾഡ് ലോങ് നൈറ്റ് പ്ലാന്റ്സ് എന്നൂടെ പറയാം. ഷോർട്ട് ഡേ പ്ലാന്റ്സ് ആൻഡ് ലോങ് നൈറ്റ് പ്ലാന്റ്സ്. നെക്സ്റ്റ് നോക്കാം, ലോങ് ഡേ പ്ലാന്റ്സ്. അവിടെ ക്രിട്ടിക്കൽ ഡേ ലെങ്തിനേക്കാൾ കൂടുതലായിരിക്കും ഡേ ടൈം. ക്രിട്ടിക്കൽ ഡേ ലെങ്തിനേക്കാൾ കൂടുതൽ ആയിരിക്കും ഡേ ടൈം. ഇത് 12 hours ഓഫ് ഡേ ആണ്. 12 hours ഡേ ഈസ് കാൾഡ് എന്താ പേര്, ക്രിട്ടിക്കൽ ഡേ ലെങ്ത്. അതിനേക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ താമസിച്ച് മാത്രമേ നേരെ ഇരുട്ടുന്നുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ വളരെ നേരം വെളുക്കാം രാവിലെ. അപ്പോൾ അതിനാണ് എന്ത് പറയുക, അത്തരം പ്ലാന്റ്സ് ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് പറയാം. അപ്പോൾ ലോങ് ഡേ പ്ലാന്റ്സ് ക്രിട്ടിക്കൽ ഡേ ലെങ്തിനേക്കാൾ കൂടുതൽ ആണെങ്കിൽ ആ സമയത്ത് കൂടുതൽ ഫ്ലവറിങ് നടത്തുക, ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അത്തരം പ്ലാന്റ്സിനെ ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് പറയാം. ലോങ് ഡേ മീൻസ് ഷോർട്ട് നൈറ്റ് ഓൾസോ, അല്ലേ? ഷോർട്ട് നൈറ്റ് ഇടാകുമ്പോഴത്തേക്ക് എന്താ പറയുക, അതുകൊണ്ട് മറ്റൊരു പേര് ഷോർട്ട് നൈറ്റ് പ്ലാന്റ്സ് എന്നും പറയാം. എക്സാമ്പിൾസ് വീറ്റ്, ബാർലി, സ്പിനാച്ച്, റാഡിഷ്, ക്യാബേജ് ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. വീറ്റ്, ബാർലി, സ്പിനാച്ച്, റാഡിഷ്, ക്യാബേജ് ഇതൊക്കെ എന്താണ്, ലോങ് ഡേ പ്ലാന്റ്സ് ആണ് ഓർ ഷോർട്ട് നൈറ്റ് പ്ലാന്റ്സ് എന്ന് പറയാം. എന്നാൽ ചില പ്ലാന്റ്സിൽ ഈ പറഞ്ഞ ഡേ ആൻഡ് നൈറ്റ് ലെങ്ത് ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല പ്ലാന്റ്സിൻ്റെ ഫ്ലവറിങ്ങിനെയോ മറ്റു കാര്യങ്ങൾ. പ്ലാന്റ്സിൻ്റെ ലൈഫിൽ 2 phases ആണുള്ള, അറിയാലോ, വെജിറ്റേറ്റീവ് ഫേസ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫേസ്. അവർ വെജിറ്റേറ്റീവ് ഫേസിൽ വെജിറ്റേറ്റീവ്ലി ഗ്രോത്ത് നടക്കും, എന്നിട്ട് റീപ്രൊഡക്റ്റീവ് ഫേസിൽ എത്തുമ്പോഴത്തേക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അത്തരം പ്ലാന്റ്സിനെയാണ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് എന്ന് പറയാം. പ്ലാന്റ്സ് ദാറ്റ് പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ലെങ്ത്. ഡേ ടൈമും നൈറ്റ് ടൈമൊന്നും അവരുടെ ഗ്രോത്തിനെ, ഫ്ലവറിങ്ങിനെയൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെയാണ് എന്ത് പറയുക, ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് എന്ന് പറയുക. ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. അതിന് എക്സാമ്പിൾസൊക്കെ മെയ്സ്, ചില്ലി, സൺഫ്ലവർ, കോട്ടൺ, കുക്കുംബർ ഇതൊക്കെ എക്സാമ്പിളാണ്. മെയ്സ്, ചില്ലി, സൺഫ്ലവർ, കോട്ടൺ, കുക്കുംബർ ഇതൊക്കെ ഡേ ന്യൂട്രൽ പ്ലാന്റ്സിന് എക്സാമ്പിളായിട്ട് പറയാം. അത്തരം പ്ലാന്റ്സിൽ ഇതുപോലെ നമുക്ക് വരയ്ക്കാം. അവിടെ എന്ത് ചെയ്യുന്നില്ല, ഡേ ടൈമും ഡാർക്ക്നെസ്സും ക്രിട്ടിക്കൽ ഡേ ലെങ്തും ക്രിട്ടിക്കൽ ഡാർക്ക് പീരീഡൊന്നും അവരുടെ ഗ്രോത്തിനെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെങ്കിൽ അവർ വെജിറ്റേറ്റീവ് ഫേസ് കഴിയുമ്പോൾ നാച്ചുറലി തന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, റീപ്രൊഡക്റ്റീവ് ഫേസിലെത്തുമ്പോൾ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്തോളും. അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതാണ് 3 types ഓഫ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ഫോട്ടോ പീരിയഡിസം. ഷോർട്ട് ഡേ പ്ലാന്റ്സ്, ലോങ് ഡേ പ്ലാന്റ്സ് ആൻഡ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. അപ്പോൾ ഫോട്ടോ പീരിയഡിസം ഈസ് ദി പ്രോസസ് ഓഫ് റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു റിലേറ്റീവ് ഡേ ആൻഡ് നൈറ്റ് ലെങ്ത്. ഡേ ടൈം ഈസ് കോൾഡ്
ഫോട്ടോ പീരീഡ്. കണ്ടിന്യൂസ് ആയിട്ട് 12 hours കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ക്രിട്ടിക്കൽ ഡേ ലെങ്ത്. അപ്പോൾ കണ്ടിന്യൂസ് 12 hours ഓഫ് നൈറ്റും ഉണ്ടാവും, ഡാർക്ക്നെസ് ഉണ്ടാവും. ഇറ്റ് ഈസ് കാൾഡ് ക്രിട്ടിക്കൽ ഡാർക്ക് പീരീഡ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ള ഫോക്കസ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്.